നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ദേഹം പരിശോധിച്ച് എൻ്റെ ദേഹത്തൊന്നുമില്ല, ഞാനൊന്നും ഉപയോഗിച്ചിട്ടുമില്ല. അതിൽ ഞങ്ങൾ കാണുന്നൊരു ജാഗ്രത കുറവുണ്ട്. ആ ജാഗ്രത കുറവെന്ന് പറയുന്നത് ആ റൂമിൽ നിന്നാണ് ഇത് പിടിച്ചത്. നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ രീതിയിലേക്കുള്ള ശിക്ഷ അവർക്ക് ഉറപ്പുവരുത്തുക. ഒരുപാട് ലഹരിവേട്ടയുടെ വാർത്തകൾ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ നമ്മൾ വ്യാപകമായി കേൾക്കുന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ രാത്രി കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കേട്ട വാർത്ത കേരളത്തെ നടുക്കുന്നതാണ്. അടിപ്പെട്ടു പോയ കുട്ടികൾ ഉപയോഗിക്കുന്നു എന്നതല്ല, പിടിച്ചെടുത്തത് 2 കിലോയോളം കഞ്ചാവാണത്. ചെറിയ കണക്കല്ല. തൂക്കാനുള്ള ത്രാസ്, പൊടിക്കാനുള്ള സംവിധാനങ്ങൾ, റീറ്റെയിലായി വിൽക്കാനുള്ള ചെറിയ കവറുകൾ അടക്കമാണ്. അതൊരു ഹോസ്റ്റലാണോ അതോ കഞ്ചാവ് വിൽപ്പന കേന്ദ്രമാണോ എന്ന് സംശയം തോന്നിക്കുന്ന ദൃശ്യങ്ങൾ. SFA KSU തമ്മിൽ പഴിചാരൽ അവിടെ നിൽക്കട്ടെ. ഇത്രയധികം റെയ്ഡുകൾ, പരിശോധനകൾ നടക്കുന്ന കാലത്ത് നഗരമധ്യത്തിലെ ഒരു ക്യാമ്പസിൽ കഞ്ചാവ് കാശ് പിരിച്ചു വിൽക്കാൻ അവർക്ക് ധൈര്യം കിട്ടിയത് എങ്ങനെയാണ്? അവരുടെ രാഷ്ട്രീയ സംരക്ഷകർ ആരാണ്? ആ മയക്കുമരുന്ന് കാർട്ടലിന് കോളേജിന് പുറത്തെ ശക്തമായ പിന്തുണ ആരുടേതാണ്? കളമശ്ശേരി കാർട്ടൽ എന്തിന്റെ സൂചന? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ കെ മാനണി, ശ്രീ ജിൻഡോ ജോൺ, ശ്രീ SFI നേതാവ് ശ്രീ TR അർജുൻ, ലഹരിക്കടിമയായ മകളെ തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ച അച്ഛൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ കെ മാനണിയിലേക്ക് പോകുന്നു. ശ്രീ കെ മാനണി, KSU ആണെന്ന് SFI പറയുന്നു, SFI ആണെന്ന് KSU പറയുന്നു. അതിന്റെ രാഷ്ട്രീയ തർക്കങ്ങൾ നടക്കുന്നത് അവിടെ നിൽക്കട്ടെ. കളമശ്ശേരി പോളിടെക്നിക്കിൽ പിടിച്ചത് 1, 2 ഒന്നുമല്ല, 2 കിലോ കഞ്ചാവാണ്. അതും വിൽക്കാൻ വേണ്ടി പിരിച്ചതാണ്. 500 രൂപ പിരിച്ച് ഹോളിക്ക് വേണ്ടി ഈ ലഹരി എത്തിച്ചു തരാം എന്ന് കരുതിക്കൊണ്ട് നേരത്തെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി ഈ ചെറിയ സീൽഡ് കവർ ഉണ്ടല്ലോ, ആ കവറിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് പോലീസ് പോയി അത് പിടികൂടുന്നത്. ഓൺ എ ഫൈൻ ഡേ സംഭവിക്കുന്നതല്ല അതവിടെ ദീർഘനാളായി ഒരു ശീലം പോലെ എന്ന് വേണം അവരുടെ രീതികളിൽ നിന്ന് മനസ്സിലാക്കാൻ. ശ്രീ കെ എം മാനണി, കളമശ്ശേരി ഒരു ക്യാമ്പസിന്റെ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ച 2 കിലോ കഞ്ചാവ് എത്രത്തോളം ഭീകരമായ സൂചനയാണ് തരുന്നത്? കെ എം മാനണി. ഹാഷ്മി, തീർച്ചയായിട്ടും വളരെ ഭീകരമായിട്ടുള്ള നമ്മളുടെ കലാലയങ്ങളുടെ മയക്കുമരുന്നിൻ്റെ സാമീപ്യം, അല്ലെങ്കിൽ അതിൻ്റെ എത്രമാത്രം ആ ദൂഷിത വലയത്തിലാണ് നമ്മുടെ കലാലയങ്ങളും യുവാക്കളും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കേരളത്തിൽ ഇന്നേ വരെ പിടിക്കാത്ത അത്രയും ക്വാണ്ടിറ്റി മയക്കുമരുന്ന് അഥവാ കഞ്ചാവാണ് ഇന്നിപ്പം ഈ ഗവൺമെൻറ് പോളിടെക്നിക്ക് കളമശ്ശേരിയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ വശങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ഇരു വിഭാഗത്തിൽപ്പെട്ട, അതായത് പ്രധാനപ്പെട്ട 2 പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു. ചെറിയ ഒരു കാര്യമല്ല. 2 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-കണക്കിന് രൂപയുടെ മൂല്യമുള്ള കഞ്ചാവാണത്. അതിനെ അർത്ഥം ഈ പ്രിൻസിപ്പൽ തന്നെ മാധ്യമങ്ങളിൽ വന്ന് പറയുന്നുണ്ട്. അതായത് 6 മാസത്തോളമായിട്ട് ഞാനിത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പോലീസുമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു, പോലീസിന് ഇതിൻ്റെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പോലീസ് ഇപ്പോൾ ഇവിടെ കയറിയിരിക്കുന്നത്, ആദ്യമായിട്ട് പോലീസിനെ അഭിനന്ദിക്കുക വേണ്ടത്. കളമശ്ശേരി പോലീസിനെയും അതുപോലെ തന്നെ തൃക്കാക്കര ACയെയും മറ്റുമൊക്കെ അഭിനന്ദിക്കുകയാണ് നമ്മൾ വേണ്ടത്. കാരണം വളരെയധികം പ്ലാനിങ്ങോട് കൂടിയാണ് അവർ ചെയ്തിരിക്കുന്നത്. പോലീസ് അതിൻ്റെ പിൻവശത്തോടുള്ള ഗോവണിയിലൂടെ ടെറസിലൂടെ കടന്നാണ് ഈ മുറികളിൽ എത്തിയിരിക്കുന്നത്, മുകളിൽ. തീർച്ചയായിട്ടും അത് പോലീസിൻ്റെ ഈ റെയ്ഡ് അല്ലെങ്കിൽ മയക്കുമരുന്നിനായിട്ടുള്ള പ്രയത്നങ്ങൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ഇപ്പോൾ നമുക്കറിയാം, കോഴിക്കോട് ഒരു ഗ്രാമം തന്നെ, ഒരു പഞ്ചായത്ത് തന്നെ ലഹരി വിരുദ്ധമായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരെ ആരെ കണ്ടാലും അവർ പിടികൂടുമെന്നുള്ള രീതിയിൽ പൊതുജനങ്ങൾ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു. അപ്പോൾ മയക്കുമരുന്നിൻ്റെ വ്യാപകമായ ആ വ്യാപ്തി നമ്മൾ 24-ൽ ഇതിനു മുമ്പും സാമുദായിക മത നേതാക്കളുമൊക്കെയായി ഇരുന്നൊരു ചർച്ച ചെയ്തു. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ചെയ്തത് തന്നെയാണ്. കൃത്യമായിട്ടും ആ രീതിയിൽ നമ്മൾ ഈ ദിവസങ്ങൾ ഇപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായി വരും. നമ്മൾ ഇത് പെട്ടെന്ന് അറിയുന്നതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന അടിത്തട്ടിലേക്ക് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളിലേക്ക് ഈ പറയുന്ന MDMA അടക്കമുള്ള മാരക ലഹരികൾ കിട്ടുന്നു. നമ്മൾ ഈ അഫാന്റെ കൊലപാതകത്തിന് ശേഷം മാത്രം അറിയുന്നതല്ലോ. അതിനു മുമ്പ് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. വർഷങ്ങൾക്ക് മുമ്പേ കോഴിക്കോട് ഈ പറയുന്ന 7ാം ക്ലാസ്സുകാരി കരിയറാക്കിയ വാർത്തയൊക്കെ എന്നോ വരുന്നുണ്ട്. പോട്ടെ, വൈകിയാണെങ്കിൽ കൂടിയും പരിശോധന ഉണ്ടാകുന്നു. പരിശോധനയിൽ ഈ പറഞ്ഞ ഓരോ ദിവസവും 5-6 കേസ് വെച്ചിട്ട് കിലോ കണക്കിന് MDMA ഉറപ്പായി പിടികൂടുന്നുണ്ട്, കഞ്ചാവ് പിടികൂടുന്നുണ്ട്. നല്ല കാര്യം. ശ്രീ കെ മാൻ, ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം ഏതെങ്കിലും പുറത്തുള്ള ഒരു സംവിധാനങ്ങൾ, ഏതെങ്കിലും പുറത്തുള്ള ഒരു ശൃംഖല, അങ്ങനെയല്ല.
ഇതൊരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോളേജിലെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസിൽ എല്ലാവരുടെയും കൺമുന്നിൽ ഈ പറയുന്ന ഒരു ഹോസ്റ്റൽ റൂമിൽ പരസ്യമായി 2 കിലോ കഞ്ചാവ് കൊണ്ടുവന്ന് അത് ആ കോളേജിൽ 500 രൂപ പിരിച്ച് വിൽക്കാൻ നോക്കുന്നു. ശ്രീ കെ മാണി, കേരളത്തിലെ ഏതൊക്കെ ക്യാമ്പസുകളിൽ ഏതൊക്കെ ഹോസ്റ്റലുകളിൽ ഈ കാർട്ടൽ വർക്ക് ചെയ്യണമെന്ന് ആർക്കറിയാം? പേടിയാവുന്നില്ലേ ഓർക്കുമ്പോൾ? തീർച്ചയായിട്ടും പേടിയാകുന്നെന്ന് മാത്രമല്ല, അതിഭയങ്കരമായ ആശങ്കയോടെ നമുക്കതിൽ വരുന്നുണ്ട്. കാരണം അതായത് എറണാകുളം പോലെയുള്ള ഒരു സിറ്റിയുടെ നടുക്കുള്ള ഒരു പോളിടെക്നിക്കിലെ ഗവൺമെൻറ് കോളേജ് ഹോസ്റ്റലിനുള്ളിൽ ഇതിൻ്റെ ഒരു വ്യാപാര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം അവിടെയുള്ള കുട്ടികൾക്കല്ലാതെ അങ്ങോട്ട് പ്രവേശനമില്ല. അങ്ങേറ്റം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും വരാൻ പറ്റുന്നു. ഈ കേസ് പിടിക്കുവാനുണ്ടായ സാഹചര്യം തന്നെ 2 പൂർവ്വ വിദ്യാർത്ഥികളെ മയക്കുമരുന്നുമായിട്ടും കഞ്ചാവുമായിട്ടും പിടികൂടിയത് അവർ തന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡ് ഇവിടെ കാര്യമായിട്ട് നടന്നത്. ഇത് ഈ ഒരു ഹോസ്റ്റൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലുടനീളം ഹോസ്റ്റലുകളും കോളേജുകളും കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ചോക്ലേറ്റ് മിഠായികൾ കുട്ടികൾക്ക് കൊടുത്ത് അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അവർക്ക് നമ്മൾ ആരെങ്കിലുമൊക്കെയോ അതിന് സഹായമോ അല്ലെങ്കിൽ മൗനമായിട്ടുള്ള സമ്മതമോ അല്ലെ പ്രോത്സാഹനമോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം ഇന്നിപ്പോൾ ഈ ഗവൺമെൻറ്റും അതുപോലെ തന്നെ പോലീസും എക്സൈസും മുൻകൈ എടുത്ത് ഈ രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പം ഇതുവരെ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനും പൂർണ്ണമായ പിന്തുണ കൊടുക്കുക. എല്ലാ ആൾക്കാരും ഇതിലേക്ക് ഉറപ്പായും അത് തന്നെയാണ് കാലഘട്ടത്തിൽ പ്രശ്നം. അല്ല, അതിനകത്ത് രാഷ്ട്രീയം നോക്കുന്നത് SFI ആണോ, KSU ആണോ, CPM ആണോ, കോൺഗ്രസ് ആണോ, BJP ആണോ, രാഷ്ട്രീയമൊക്കെ തൽക്കാലം മാറ്റിവെച്ച് സകല മനുഷ്യരെ ഒരുമിച്ച് ഒന്നാകെ ഇറങ്ങാനല്ലാതെ ഈ ദുരന്തകാലത്ത് രക്ഷപ്പെടാൻ മാർഗ്ഗമില്ല കേട്ടോ. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ കോൺഗ്രസ് അടക്കം CPM അടക്കം എല്ലാവരുടെയും വിദ്യാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ക്യാമ്പസുകൾ അരാഷ്ട്രീയമായതാണ് എല്ലാ പ്രതിസന്ധിയും കാരണം. ഈ കളമശ്ശേരി ക്യാമ്പസ് അരാഷ്ട്രീയ ക്യാമ്പസാണോ? അല്ല. കേരളത്തിൽ 1-ാം നമ്പർ പൊളിറ്റിക്കൽ ക്യാമ്പസിൽപ്പെട്ട ക്യാമ്പസാണ് കളമശ്ശേരി ക്യാമ്പസ്. വയനാട് പൂക്കോട് കോളേജ് രാഷ്ട്രീയ ക്യാമ്പസാണോ? അല്ല, രാഷ്ട്രീയ ക്യാമ്പസാണ്. ഇവിടെ കോട്ടയത്ത് ഒരു സഹവിദ്യാർത്ഥിയുടെ പുക്കിളിൽ ഡിവൈഡർ ഇട്ട് കുത്തിക്കറക്കിയ ദൃശ്യങ്ങൾ കണ്ടില്ലേ? അരാഷ്ട്രീയ ക്യാമ്പസാണോ? അല്ല, രാഷ്ട്രീയമുള്ള ക്യാമ്പസാണ്. അതുകൊണ്ട് രാഷ്ട്രീയം അങ്ങ് പോയതുകൊണ്ടാണ് ഈ പറയുന്ന സകല ദുരിതമൊന്നും പറഞ്ഞു കളയല്ല. ഇനി ജിൻഡോ ഹാഷ്മി, ഇതിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നിരോധിച്ചുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതില്ലാത്തത് കൊണ്ട് മാത്രമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി വസ്തുക്കളുടെ വ്യാപനം ഉണ്ടാകുന്നത് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അതൊരു കാരണമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന സംവിധാനങ്ങൾ ക്യാമ്പസുകളിൽ നിന്ന് അപ്രത്യക്ഷമായാൽ കുറേ കൂടി വ്യാപകമായിട്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ഉണ്ടാകുമ്പോൾ തന്നെ ഏകപക്ഷീയമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉള്ള ക്യാമ്പസുകളിലും ഇത് ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പൂക്കോട് വെറ്റിനറി കോളേജ് ആയിക്കോട്ടെ, തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ആയിക്കോട്ടെ, ഇങ്ങനെ കേരളത്തിലെ സർക്കാർ കലാലയങ്ങളുടെ ഹോസ്റ്റൽ മുറികളിലും സർക്കാർ കലാലയങ്ങളുമൊക്കെ ലഹരിയുടെ ഒരു കാർട്ടലായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഏക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കുത്തകയായിട്ട് അത് വെച്ചുകൊണ്ടിരിക്കുക. ചെങ്കോട്ടയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഗേറ്റിന് പുറത്ത് ബാനർ എഴുതി കെട്ടുന്നവർക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. ആ ചെങ്കോട്ടയ്ക്കകത്ത് ചെന്താമരകൾക്ക് കഞ്ചാവ് വിൽക്കുന്ന സംവിധാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കേരളത്തിന് കൊടുക്കാനുള്ള ബാധ്യത ഇത്തരം സംഘടനകൾക്കുണ്ട്. അത് കഴിയുമ്പോൾ കഞ്ചാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മയക്കുമരുന്നുകളോ പിടിച്ചു കഴിയുമ്പോൾ അത് ഞങ്ങളുടെ അല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇവിടെ കഞ്ചാവ് പിടിച്ചു കഴിയുമ്പോൾ SFI ആണോ KSU ആണോ എന്നുള്ള തർക്കം ഹാഷ്മി പറഞ്ഞത് ശരിയായ ഒരു ചോദ്യമാണ്. അത്തരത്തിലുള്ള ഒരു തർക്കമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് കേൾക്കേണ്ടത്. ആ ക്യാമ്പസിന്റെ ഹോസ്റ്റലിനകത്ത് നിന്ന് കഞ്ചാവോ മയക്കുമരുന്നോ പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ ക്യാമ്പസിന്റെയും ആ ഹോസ്റ്റലിന്റെയും പരിപൂർണ്ണ അവകാശികളായിട്ട് പ്രഖ്യാപിക്കുന്ന സംഘടനകൾക്കാണ്, അവിടുത്തെ നാട്ടുരാജാക്കന്മാർക്കാണ്. അപ്പൊ ഇത്തരം നാട്ടുരാജാക്കന്മാർ പിടിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ജാഗ്രത കുറവുണ്ടായി, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടായില്ല, ജിൻഡോ ജാഗ്രത കുറവുണ്ടായെന്ന് PS സഞ്ജീവ് പറഞ്ഞതിന്റെ കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 70 ഗ്രാം പിടിച്ച ഞങ്ങളുടെ പ്രവർത്തകൻ ജാഗ്രത കുറവുണ്ടായി, പക്ഷെ 2 കിലോ പിടിച്ച KSUക്കാരനെ പറ്റി നിങ്ങൾ മിണ്ടുന്നില്ല എന്നാണ് ചോദിച്ചത് ശ്രീ ജിൻഡോ. അല്ല ഹാഷ്മി, ഇതില് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 2 കിലോ പിടിച്ചത് KSUക്കാരൻ എന്ന് പറയുന്നു, ആയിക്കോട്ടെ. അങ്ങനെ ആണെങ്കിൽ ആ KSUക്കാരനെ കുറിച്ച് KSU മിണ്ടുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അല്ലാതെ KSUക്കാർ ആ 2 കിലോ പിടിച്ച ആളെ സംരക്ഷിക്കണമെന്നോ ആ 2 കിലോ പിടിച്ച ആളുടെ റൂമിൽ നിന്നല്ല പിടിച്ചതെന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ലല്ലോ. കേരളത്തിലെ പോലീസ് ഭീഷണിപ്പെടുത്തിയാണ്, അതായത് പിണറായി വിജയന്റെ പോലീസ് ഭീഷണിപ്പെടുത്തിയാണ് SFIക്കാരെ പ്രതിയാക്കിയെന്നാണ് SFIയുടെ ഏരിയ സെക്രട്ടറി പറയുന്നത്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അതുപോലെ തന്നെ റെയ്ഡിനെ ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ടോ? റെയ്ഡ് നടക്കുമ്പോൾ പുറത്തുനിന്നുള്ള SFIക്കാരടക്കം വന്ന് പോലീസിനെ തടസ്സം ചെയ്തതുപോലെ KSUവിന്റെ ആരെങ്കിലും റെയ്ഡിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ റെയ്ഡ് നടക്കുമ്പോൾ ബഹളം വെച്ചിട്ടുണ്ടോ? പോലീസ് ഭീഷണിപ്പെടുത്തിയാണ് പ്രതിയാക്കിയതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ SFIക്കാർ പറഞ്ഞതുപോലെ ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞ്
സംരക്ഷണ കവചം തീർക്കുന്നുണ്ടോ? ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. പൂക്കോട്ട് ക്യാമ്പസിലെ സിദ്ധാർത്ഥനെ 3 ദിവസം പട്ടിണിക്കിട്ട് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ പരിപാടി നടക്കുമ്പോഴും SFI സംരക്ഷിക്കുന്നു. KSU അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംരക്ഷണം ഒരുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി മഹാരാജ് കോളേജിലെ വനിതാ വിദ്യാർത്ഥി അടക്കമുള്ള ആളുകളല്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് പിടിക്കുന്നത് കഞ്ചാവ് കടത്തുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കേരളത്തിലെമ്പാടും SFIയുടെ നേതൃത്വത്തിൽ ഇത്തരമുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിന് വരുമ്പോൾ അവർ ജാഗ്രത കുറവുണ്ടെന്ന് പറഞ്ഞ് ലഘൂകരിക്കുന്നു, അല്ലെങ്കിൽ പോലീസ് ഭീഷണിപ്പെടുത്തി കേസെടുക്കുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ അതിനെ മറ്റേതെങ്കിലും സംഘടനയുടെ തലയിൽ കെട്ടിവെക്കുന്നു. ഞാൻ പറയുന്നത് ഈ നിമിഷം വരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു KSUവിന്റെ പ്രവർത്തകൻ പോലും ആ ക്യാമ്പസിലെ KSUക്കാർ കഞ്ചാവ് കടത്തിയിട്ടുണ്ടെന്ന് പോലീസിന് അഭിപ്രായമുണ്ടെങ്കിൽ ഞങ്ങൾ എതിർത്ത് പറയുന്നുണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും ഒരു KSUവിന്റെ പ്രവർത്തകൻ അത്തരത്തിൽ കേസിൽപ്പെട്ടതിനെ സംരക്ഷിക്കുന്ന നിലപാട് KSU സ്വീകരിച്ചിട്ടുണ്ടോ? ഹാഷ്മിക്ക് സൂചിപ്പിക്കാം, നമുക്കൊരു പരാതിയുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കും. അല്ലാതെ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ജാഗ്രത കുറവേണ്ട എന്ന് പറയാം. KSUക്കാരുടെ നേതൃത്വത്തിൽ SFIക്കാരുടെ മുറിയിൽ പോലും ഈ 9 ഗ്രാം കഞ്ചാവ് കൊണ്ടുപോയി പിടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഹോസ്റ്റൽ ഭരിക്കുന്ന SFI ആണ്, ക്യാമ്പസ് ഭരിക്കുന്ന SFI ആണ്. അവിടെ SFIയുടെ നേതൃത്വത്തിലാണ് മുഴുവൻ ഭരണം നടക്കുന്നത്. കളമശ്ശേരി ഭരിക്കുന്നത് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയാ, ഈസ് ഓഫ് ഡൂയിങ് നടത്തുന്ന വ്യവസായ മന്ത്രി. കളമശ്ശേരി ഭരിക്കുന്ന മറ്റൊരു നേതാവുണ്ട്. കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രിൻസിപ്പൽ SHOയെ മറ്റേ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുന്ന വീഡിയോ ഒക്കെ നമ്മൾ കേട്ടില്ലേ? അപ്പൊ കളമശ്ശേരിയിലെ നാട്ടുരാജാക്കന്മാർ CPMന്റെയും SFIയുടെ നാട്ടുരാജാക്കന്മാരാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഞങ്ങളെ ഏതെങ്കിലും ഒരു KSUക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ടോ? ഇനി ഒരു കാര്യം കൂടി അതിനോട് തിരുത്തി പറയാനുണ്ട്, ഒരു കൂട്ടിച്ചേർക്കാനുണ്ട്. ആ 2 കിലോ പിടിച്ച ആ മുറിയിൽ താമസിച്ച ആ കുട്ടി, അയാൾ KSU അനുഭാവിയാണ്, ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ ആ കുട്ടിയുടെ മുറിയിൽ ആ ക്യാമ്പസിൽ അന്വേഷിച്ചാൽ അറിയാം അയാൾ കഞ്ചാവോ മറ്റേതെങ്കിലും ലഹരി വസ്തു ഉപയോഗിക്കുന്നതായിട്ട് ഇതേവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള റിപ്പോർട്ട് SFIക്ക് പോലും ഈ ദിവസം വരെ ഉണ്ടായിട്ടില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഇപ്പം അഭിരാജ് എന്ന് പറയുന്ന SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഈ പറയുന്ന ഏരിയ സെക്രട്ടറി അവിടെ ഒന്ന് നടത്തിയ പ്രതികരണം കണ്ടിട്ട് അർജുനിലേക്ക് പോവാം. പോലീസിനോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ അഭിരാജ് പറഞ്ഞു ഞാൻ ഈ കോളേജിൻ്റെ അകത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ വൈരമുള്ള രീതിക്ക് അഭിരാജിനെ വിളിച്ച് എല്ലാ മുറിയിലും കൊണ്ടുപോയും നീ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും SFI ആണയിട്ട് പറയുന്നു ഇതൊരു സിഗരറ്റ് പോലും വലിക്കാത്തൊരു പയ്യനാണ്. 3 കൊല്ലമായിട്ട് ഈ ക്യാമ്പസിനകത്ത് പഠിക്കുന്നു. നമ്മൾ ഒരു യൂണിയനകത്ത് മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ ക്യാമ്പസിനകത്തും ഈ ഹോസ്റ്റലിനകത്തുള്ള പിള്ളേരോടും മദ്യം പോലും കഴിക്കരുത് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അർജുൻ. ഇവിടെ നിങ്ങളുടെ ഒരു യൂണിയൻ ജനറൽ സെക്രട്ടറി ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഭാഗമായി കൂടാ, നിങ്ങളുടെ ഒരു പ്രവർത്തകൻ ഭാഗമായി പോയാലും നിങ്ങളുടെ ഒരു നേതൃനിരയിലിരിക്കുന്ന ഒരാൾ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഭാഗമായി കൂടാ. അതിന് കാരണം എന്താണ്? നിങ്ങളുടെ മാതൃസംഘടന എന്ന് പറയാവുന്ന CPM ഭരിക്കുന്ന ഒരു സർക്കാർ ഈ പറയുന്ന ലഹരി മാഫിയക്കെതിരെ വലിയ പോരാട്ടമോത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടായ നിങ്ങളുടെ പിഴവെന്ന് പറയുമ്പോൾ പോലും ആ പിടിച്ച ഒരാൾ പിടിച്ചപ്പോഴേക്കും അവിടുത്തെ SFIക്കാർ മൊത്തം കഞ്ചാവാണെന്ന് ഞാൻ പറയില്ല, അങ്ങനെ പറയാനും കഴിയില്ല. TR അർജുൻ പക്ഷേ ഉണ്ടായ പിഴവെന്താണെന്നറിയോ? ഏരിയ സെക്രട്ടറി വന്ന് ഈ സംഭവം ഉണ്ടായപ്പോഴേക്കും ഇത് പോലീസിന്റെ ഗൂഢാലോചനയാണ്, ഇത് KSUവിന്റെ ഗൂഢാലോചനയാണ്, ഈ അഭിരാജ് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആളാണ് എന്ന പിന്തുണ കൊടുക്കേണ്ട കാര്യം എന്താണ് ശ്രീ അർജുൻ? ഇതിനകത്ത് ഞാനിപ്പോൾ ഹാഷ്മി പറഞ്ഞതിലേക്ക് വരാം. ഒന്ന് ആദ്യം തന്നെ ഇതിനകത്ത് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഒന്ന് രാഷ്ട്രീയം മാറ്റിവെക്കാം, എന്നിട്ട് ഈ ലഹരി മയക്കുമരുന്ന് കഞ്ചാവിനെതിരായി നമുക്ക് ക്യാമ്പസുകളെ ഇതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം. ഹാഷ്മി അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, അതിനോട് പൂർണ്ണമായി തന്നെ SFI യോജിക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് ഇന്ന് രാവിലെ ഒരു 7:30 മണി മുതൽ ഈ സമയം പ്രിയപ്പെട്ട ജിൻഡോ ഇവിടെ ചർച്ച ചെയ്യുന്നത് വരെ നിരന്തരമായി SFIയെ ഇപ്പോൾ രാവിലെ ഒരു അളവായിരുന്നെങ്കിൽ ഇപ്പോൾ ഉച്ചയെത്തുമ്പോൾ 10 കിലോക്കപ്പുറം വരെ SFI പ്രവർത്തകർ കഞ്ചാവുമായി പിടിയിലായി എന്നുള്ള നിലയിലെ വാർത്തകൾ വിവിധ ചാനലുകളിൽ വരുന്നത്. അവിടെയൊക്കെ ഈ നിലയിൽ ഇങ്ങനെ SFIയെ മോശപ്പെടുത്തുന്നൊരു നിലയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ ഞങ്ങൾ പ്രതികരിക്കേണ്ടതല്ലേ, ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പറയേണ്ടതല്ലേ? അതാണ് ആദ്യത്തെ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. രാഷ്ട്രീയം മാറ്റിവെച്ച് പ്രതിരോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത്, ഒരു തർക്കവും വേണ്ട. രാഷ്ട്രീയം മാറ്റിവെച്ച് നമ്മുടെ ക്യാമ്പസുകളെ, നമ്മുടെ പൊതുവിടങ്ങളെ ഒക്കെ ലഹരിമുക്ത ആക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് ഈ കാലം വരെ മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ക്യാമ്പസിനകത്ത് ഈ ഉണ്ടായിട്ടുള്ളൊരു വിഷയത്തിൻ്റെ ഭാഗമായി SFIക്കാരങ്ങ് പൂർണ്ണമായി എല്ലാവരും ഇത്തരം ലഹരി മരുന്ന് വിൽക്കുന്ന ആളുകളാണ്, ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നുള്ള നിലയുള്ള വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചരണം പടച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ചെങ്കോട്ടയിലേക്ക് സ്വാഗതം ഇന്ന് ബാനർ കെട്ടി വലിച്ചിട്ട് ചെങ്കോട്ടയ്ക്കകത്തുള്ള ചെന്താമരകൾക്ക് മയക്കുമരുന്നും കഞ്ചാവും ഇങ്ങനെ സുലഭമായി കൊടുക്കുന്ന ആളുകളാണ് SFIക്കാരെന്ന് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞു വെക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് ആ നിലയിലുള്ള പ്രസ്താവനയെല്ലാം പറഞ്ഞു വെക്കുന്നത്? അവിടെ ഈ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിരാജിൻ്റെ റൂമിൽ നിന്ന് 9 ഗ്രാം വരുന്ന കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. കഞ്ചാവ് അവിടെ നിന്ന് കണ്ടെത്തുന്ന നിലയിലുണ്ടായിട്ടുണ്ട്. അഭിരാജ് ആ റൂമിൽ ഒറ്റയ്ക്കല്ല താമസിക്കുന്നത്.
KSUവിൻ്റെ 2 പ്രവർത്തകർ ആ റൂമിനകത്തുണ്ട്. താഴെ ആദ്യം പിടിച്ചത് 2 കിലോയിലധികം വരുന്ന കഞ്ചാവ് പിടിച്ചത് ആ ഹോസ്റ്റലിലെ താഴെയുള്ള KSUവിൻ്റെ മുൻ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി മത്സരിച്ച മറ്റു 2 KSUവിൻ്റെ സജീവ പ്രവർത്തകരായി 3 പേർ ഷെയർ ചെയ്ത് താമസിക്കുന്ന റൂമിൽ നിന്നാണ് ഇത് പിടിച്ചത്. എന്നിട്ട് ഞങ്ങൾ അവരെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം തീരുമോ? ആ അവരുടെ ഹോസ്റ്റൽ റൂമിനകത്ത് ത്രാസ് നമ്മളൊന്ന് കാണണം. ഈ പൊതികൾ ചെറിയ പൊതികളിലാക്കി ത്രാസ് വെച്ച് തൂക്കി വിൽപ്പന നടത്തുന്ന അംഗങ്ങളാണവർ. ആ ഗ്യാങ്ങിലെ ലഹരി മരുന്ന് മാഫിയയിലെ അംഗങ്ങളാണവർ. അവർക്കെതിരെ ഒരു അക്ഷരം പറയാതെ SFI അങ്ങ് ഘോരഘോരം ചാനൽ ചർച്ചകൾ കയറിയിരുന്നിട്ട് SFIക്കാരെല്ലാം ഇങ്ങനെ കഞ്ചാവ് വിൽപ്പന നടത്തുന്നവരാണ്. ഈ ക്യാമ്പസിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയം പറയരുതെന്ന് പറഞ്ഞിട്ട് ക്യാമ്പസിനകത്തെ ചുമതലയുള്ള യൂണിയന് മാത്രമാണ് ആ ക്യാമ്പസിനകത്ത് എന്ത് നടന്നാലും ഉത്തരവാദിത്വം. അർജുനെ, നമ്മൾ ഈ അടുത്ത കാലത്ത് ഞാനും കരുതിയിരുന്നതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം പോയതാണ് ഇതിന്റെ കാതലായ പ്രശ്നം എന്ന് ഞാനും കരുതിയ വ്യക്തിയാണ്. ഒന്നുമല്ല കേട്ടോ, ഒന്നുമല്ല. ഈ അടുത്ത അക്രമ സംഭവം ഉണ്ടാകുന്ന ക്യാമ്പസുകളൊക്കെ നോക്കൂ, ഒന്നാന്തരം രാഷ്ട്രീയ ക്യാമ്പസുകളാണ്. അതുകൊണ്ട് പുതിയ കാലമാണ്. അതുകൊണ്ട് ഈ പറയുന്ന കലാലയ രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ മൊത്തം ലഹരി ഉണ്ടാവുന്നതെന്ന് ഇനി പറയരുത്. രാഷ്ട്രീയം ഉണ്ടാവാം, രാഷ്ട്രീയമുണ്ട്, എല്ലായിടങ്ങളിലും രാഷ്ട്രീയമുണ്ട്. എനിക്കും നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ശരിയായ രാഷ്ട്രീയമായിരിക്കണം. ആ രാഷ്ട്രീയം ശരിയായ രീതിയിൽ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുന്ന ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, SFI കാലത്തും ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് ജിൻഡോ ഉന്നയിച്ച 1-2 കാര്യങ്ങളുണ്ടല്ലോ. ഈ മഹാരാജ് കോളേജിനകത്ത് ഒരു വിദ്യാർത്ഥിനെ കഞ്ചാവുമായി പിടികൂടി. SFIയുടെ വിദ്യാർത്ഥിനിയെ കഞ്ചാവുമായി പിടികൂടി എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലുള്ള ആരോപണമാണത്? പിന്നെ അതുപോലെ തന്നെ KSUവിൻ്റെ നേതാക്കന്മാരൊന്നും പൂക്കോട്ട് വിഷയമൊക്കെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തി. പൂക്കോട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നറിയാത്ത ഒരു മനുഷ്യനും ഇന്ന് കേരളത്തിനകത്തില്ല. അതിൻ്റെ മറ്റേ CBI റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞു. പൂക്കോട്ട് ഇപ്പോൾ SFIക്കെതിരായി എന്ത് ചർച്ച കഴിഞ്ഞാലും പൂക്കോട്ട് എടുത്ത് വലിച്ചിടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പൂക്കോട്ട് ഇതിനകത്തേക്കും വലിച്ചിടുന്നൊരു നില ഉണ്ടായിട്ടുണ്ട്. KSUക്കാരെല്ലാവരും ഇങ്ങനെ പരിശുദ്ധരായിട്ടുള്ള ആളുകൾ. ബാക്കി കേരളത്തിലെ ക്യാമ്പസ് കളമശ്ശേരി പോളിടെക്നിക് എന്ന് പറയുന്നത് SFIക്ക് വലിയ ആഴത്തിൽ വേരോട്ടമുള്ള ഒരു ക്യാമ്പസ് അല്ലേ? അവിടെ ഭരിക്കുന്നത് നിങ്ങളുടെ യൂണിയൻ അല്ലേ? അവിടെ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് ബലമുള്ള ഒരു സ്ഥലമല്ലേ ആ ക്യാമ്പസ്? ആ ക്യാമ്പസിൽ 2 കിലോ കഞ്ചാവ് കൊണ്ടുവച്ച് അതിൽ ത്രാസ് വെച്ച് തൂക്കി അത് പൊടിച്ച് വിൽക്കുന്ന ഒരു സംഘം അവിടെ പ്രവർത്തിക്കുന്നത് അവിടുത്തെ SFIക്ക് അറിയില്ലേ? TR അർജുൻ, SSB എന്ന് പറയുന്ന പോലീസിന്റെ സംവിധാനം എന്താണ്? എവിടുന്നോ വിവരം കൊടുത്തിട്ട് ആ വിവരപ്രകാരം പോലീസ് നടത്ത റെയ്ഡിലാണോ അത് കണ്ടെത്തേണ്ടത്? അവിടുത്തെ ആ ക്യാമ്പസിലെ ശക്തമായ ഒരു സംഘടന എന്നുള്ളത് SFIക്ക് ഉത്തരവാദിത്വം ഇല്ലേ അർജുൻ? എനിക്ക് പറയാനുള്ള അവസരം തീർച്ചയായിട്ടും ഏത് ക്യാമ്പസിനകത്തും ഇപ്പോൾ SFIക്ക് ഇപ്പോൾ ഇവിടെ ജിൻഡോ സൂചിപ്പിച്ചതുപോലെ തന്നെ SFIക്ക് യൂണിയനുള്ള ക്യാമ്പസ് അല്ലെങ്കിലും യൂണിയനുള്ള ക്യാമ്പസ് ആണെങ്കിലും ക്യാമ്പസിനകത്ത് ആശാസ്യകരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത് അതെവിടെയാണെങ്കിലും ഞങ്ങൾ ഇനിയിപ്പോൾ 1-2 പേര് മാത്രം ഒരു കൊടി പിടിക്കാൻ വേണ്ടി മാത്രമുള്ള ആളുകളെങ്കിൽ പോലും അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായി തന്നെയാണ് കരുതുന്നത്. ആ ക്യാമ്പസിനകത്ത് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ക്യാമ്പസിനകത്ത് എന്തൊരു അരാജകത്വ പ്രവർത്തനം നടന്നു കഴിഞ്ഞാലും അതിനെ ചെറുക്കേണ്ട പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ SFIക്ക് വലിയ ആഴത്തിലുള്ള സംവിധാനമുള്ള സ്ഥലമാണെന്ന് പറയുന്നു. അതെ, തർക്കമില്ല, SFIക്ക് വലിയ ആഴത്തിലുള്ള സംവിധാനമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതലാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് SFIയുടെ നോമിനേഷൻ കൂട്ടത്തോടെ തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം KSUവിൻ്റെ ഭാഗത്തുണ്ടായി. അവിടെ യൂണിവേഴ്സിറ്റിയുടെ ബൈലോ പ്രകാരമല്ല നമ്മൾ ഈ ഈ പറഞ്ഞ നോമിനേഷനും ബൈലോയും ഒന്നും നിങ്ങൾ ഉരുക്കുകോട്ടെ എന്ന് കരുതുന്ന ഒരു ക്യാമ്പസിനകത്ത് ഒരു ഹോസ്റ്റലിനകത്ത് 2 കിലോ കഞ്ചാവ് വിൽക്കാൻ കൊണ്ടുവന്നു. അത് പോലീസിന് വേറെ വിവരം കിട്ടുമ്പോൾ മാത്രമാണ് പിടിക്കുന്നത്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചോദ്യത്തിന് മറുപടിയല്ല. ഒരു നോമിനേഷനും ഒന്നും അർജുൻ ഇതൊന്നും മറച്ചു വെച്ചിട്ടല്ല പറയുന്നത്. കേൾക്ക്, എന്റെ പോയിന്റിലേക്ക് ഞാൻ എത്തട്ടെ. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിലൂടെ SFIയെ പരാജയപ്പെടുത്തി ഏകപക്ഷീയമായിട്ട് യൂണിയൻ അങ്ങ് സ്വന്തമാക്കാം എന്ന് കരുതി. ആ നടന്നില്ല. പിന്നെ അതിനുശേഷം നിരന്തരമായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തേണ്ട കാര്യം SFIക്കില്ല. ആ ക്യാമ്പസ് വലിയൊരു സ്വപ്നം പോലെ കൊണ്ടു നടക്കാൻ വേണ്ടി, ആ ക്യാമ്പസിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ തക്കം പാർത്ത് നിൽക്കുന്ന ആരൊക്കെയാണെന്ന് ആ ക്യാമ്പസിലെ കുട്ടികൾക്ക് നല്ല ബോധ്യമുണ്ട്. അവരിതെല്ലാം ഇതിനപ്പുറം ആ ക്യാമ്പസിനകത്ത് ചെയ്യും എന്നുള്ള നല്ല ബോധ്യമുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ക്യാമ്പസിനകത്തേക്ക് ഹോസ്റ്റലിനകത്തേക്ക് ഇതൊരു ചെറിയ അളവ് മാത്രമാണെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. KSUവിൻ്റെ ശക്തി കേന്ദ്രങ്ങൾക്കകത്ത് KSUവിൻ്റെ നേതാക്കന്മാരുടെ റൂമുകൾ ഇനിയും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലുമേറെ വരുന്ന കഞ്ചാവിനപ്പുറം മറ്റു രാസലഹരികൾ ഉൾപ്പെടെ ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളൊരു തർക്കവും വേണ്ട. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇപ്പോൾ ഈ KSUവിനെതിരെ KSU നേതാവ് പറഞ്ഞല്ലോ, KSUക്കാരൊക്കെ വലിയ മാന്യന്മാരാണ്. ഈ KSUവിൻ്റെ സംസ്ഥാന ക്യാമ്പിനകത്ത് കിടന്ന കാര്യം കണ്ടില്ലേ? എന്താ ഒരാൾക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ പോയത്? KSUവിൻ്റെ ഇടുക്കിയുടെ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള റിസ്വാൻ ഇങ്ങനെ പുറത്തുനിന്ന് അന്യ സംസ്ഥാനത്ത് നിന്ന് മയക്കുമരുന്നുകൾ ഇങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന റിസ്വാനെതിരെ എന്ത് നടപടിയെടുത്തു?
അങ്ങനെ ചുമ്മാ ചാനൽ ചർച്ചയ്ക്ക് കയറി വന്നിട്ട് SFIക്കാരൊക്കെ കഞ്ചാവ് വിൽക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടൊന്നും കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് SFI ഒറ്റപ്പെടുത്താൻ വേണ്ടി ഒന്നും നിങ്ങൾക്ക് കഴിയില്ല. ശരി, ഞാൻ അർജുൻ ഞാൻ നേരത്തെ പറഞ്ഞ മകളെ, സ്വന്തം മകളെ, 9ാം ക്ലാസ് പഠിക്കുന്ന മകളെ തിരികെ ജീവിതത്തിലേക്ക് എത്തിയ അച്ഛൻ നമ്മൾ നേരത്തെ ഇരുന്നിട്ടുണ്ട്. ചേട്ടാ, ഈ പറയുന്നത് വലിയ പോരാട്ടമാണ്. എന്ന് പറഞ്ഞാൽ ആ മകൾ ഈ മാഫിയയിൽ പെട്ടു എന്ന് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ പിന്നാലെ പോകുന്നു, അതിനുള്ള സകല തെളിവുകൾ എടുത്തത് വാർത്തയാക്കുന്നു. അതിന് പിന്നിൽ എന്താണ് ഒരു പോരാട്ടമായി ഇറങ്ങി തിരിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. ആ സംഭവം ഉണ്ടായതിനു ശേഷം പിന്നീട് ഒരു പരിശോധനകളുടെ നീണ്ട നിരയുണ്ടായി. എറണാകുളത്ത് അടക്കം പിടിച്ച MDMAക്കും കഞ്ചാവൊന്നും കണക്കില്ല. ആ പരിശോധനാ കാലത്ത് ഈ പരിശോധന ഒന്നും ഇല്ല എന്നറിയാത്ത കൂപമണ്ഡൂകങ്ങളല്ല ഇവരാരും. ചേട്ടാ, അവിടെ ഈ പരിശോധനാ കാലത്ത് ഇവരവിടെ ഇങ്ങനെ പരസ്യമായി 2 കിലോ കൊണ്ടുവന്ന് കച്ചവടം നടത്തി കളയാം എന്ന് കരുതണമെങ്കിൽ അവർക്കൊരു പിൻബലമുണ്ട്, അവർക്കൊരു പിന്തുണയുണ്ട്. സാറേ, നമ്മളിപ്പോൾ എവിടെ നിൽക്കണമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഒരു പരസ്പരം കുറ്റപ്പെടുത്തേണ്ട ഒരു സമയമല്ല ഇത്. നമ്മളിപ്പോൾ പരസ്പരം രാഷ്ട്രീയ SFI, KSU അല്ലെങ്കിൽ CPM, BJP അങ്ങനെയുള്ള കുറ്റപ്പെടുത്തേണ്ട ഒരു സമയമല്ല ഇത്. നമ്മൾ പ്രളയം വന്നപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നേരിട്ടതാണ്. കൊറോണ വന്നപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നേരിട്ടതാണ്. അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഞാനിവിടെ ഇപ്പോൾ 3ാമത്തെ തവണയാണ് ഈ ഫ്ലോറിൽ തന്നെ വരുന്നത്. അതിൻ്റെ അതെന്ന് വെച്ചാൽ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഒരു പിതാവ് എന്നോട് സംസാരിച്ചത്, നേരം വെളുക്കുമ്പോൾ എണീറ്റ്, അതായത് മകൻ കഞ്ചാവാണ്, ഒന്നും ചെയ്യാൻ പറ്റണില്ല, മകൻ കഞ്ചാവാണ്. അപ്പോൾ ഉറങ്ങി എണീറ്റ് അച്ഛൻ പറയണേണ്, അച്ഛൻ മദ്യപിക്കാത്തൊരു മനുഷ്യനാണ്. അപ്പം അങ്ങനത്തെ ഒരു ഭയാനകമായ സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കഞ്ചാവ് പിടിച്ചെന്നാണ് നമ്മളിപ്പോഴും പറയുന്നത്. പക്ഷെ ഞാനിപ്പോഴും പറയുന്നത് ഈ 70% കുട്ടികളും മറ്റേ MDMA പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുട്ടികളാണ്, ഈ പറഞ്ഞ കുട്ടികളൊക്കെ തന്നെ. അപ്പം നമ്മുടെ ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നോട് 2 സ്ത്രീകൾ ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ച്, ആ 2 സ്ത്രീകളും നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടേണ്ട്. ഒരു സ്ത്രീ എന്നോട് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 കൊല്ലം മുമ്പ് എൻ്റെ മകള് പഠിച്ച സ്കൂളിൽ നിന്ന് ഇതുപോലെ തന്നെ മയക്കുമരുന്ന് ചേർത്ത മിഠായി പിടിച്ചായിരുന്നു. അവിടുത്തെ ഇവർ PTA പ്രസിഡൻ്റായിരുന്നു. PTA പ്രസിഡന്റ് HM കൂടിയാണ് പിടിച്ചത്. പക്ഷേ സ്കൂളിന് ചീത്തപ്പേര് വരണ്ടല്ല എന്ന് ഓർത്ത് ഒരു പരസ്യപ്പെടുത്തിയില്ല. കുറച്ച് കുട്ടികളിൽ അത് കുറച്ച് പാരൻസിൽ അത് ഒതുക്കാൻ കൊണ്ട് തീർത്ത്. അന്ന് അത് പുറത്തോട്ട് വന്നെങ്കിൽ വലിയ ചർച്ച നടന്നാലേ. അല്ലടാ, ഇന്ന് വയനാട് സമാനമായ രീതിയിൽ ഈ പറയുന്ന മയക്കുമരുന്ന് കലത്തെ മുട്ടായി പിടിക്കുന്നുണ്ട്. അത് കുട്ടികൾക്കിടയിൽ വളരെ വ്യാപകമായി പ്രചരിക്കുമെന്നാണ് പറയുന്നത്. അത് വരുന്നത് എങ്ങനെയാണ്? ഏതോ ഒരു ഓൺലൈൻ ഈ പറയുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് കുട്ടികൾ കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് അവിടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അന്ന് PTA പ്രസിഡന്റും HMഉം അത് മാധ്യമങ്ങളുടെ അടുത്ത് പരസ്യപ്പെടുത്തിയിരുന്നു, വീണ്ടും സംഭവിക്കില്ലായിരുന്നു. ആൾക്കാരുടെ ശ്രദ്ധയിൽ വന്നാലും. പക്ഷെ അത് ചെയ്തില്ല. രണ്ടാമതൊരു സ്ഥിതി എന്നോട് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം, എന്തിനാണ് ഇത് മാധ്യമങ്ങളുടെ അടുത്ത് പോയി പറഞ്ഞത് കൊണ്ട് കുട്ടിക്ക് പ്രശ്നങ്ങളാകില്ല. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ കുട്ടിയുടെ കാര്യമില്ല, ഞാൻ നോക്കിക്കോളാം. അപ്പം ഇത് 2 സ്ത്രീകളാണ്. അപ്പം അവിടെയൊക്കെ വെച്ച് ഞങ്ങളെപ്പോലുള്ള രക്ഷിതാക്കൾ മുന്നോട്ട് വരാനുള്ള കാര്യമാണ്. ഇത് എൻ്റെ ഒരു കുട്ടിയുടെ പ്രശ്നമല്ല. ഇത് നമ്മൾ നേരിടുന്ന വലിയ ഭീകരമായ ഒരു പ്രശ്നമാണ്, ഒരു തലമുറയെ നശിപ്പിച്ചുകൊള്ളുന്ന പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്നത്തെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വരുന്നുണ്ട്. ഈ കുട്ടികളെ പിടിച്ചില്ല, ഈ കുട്ടികൾക്ക് അവിടെ നിന്ന് സാധനം കിട്ടുന്നത്. ഇപ്പൊ 2 കിലോ കഞ്ചാവ് പിടിച്ചു, ആ കുട്ടികളെ പിടിച്ചത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയിപ്പിക്കാൻ പാടില്ലേ? അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണ്ടേ? ഈ മാധ്യമങ്ങളും കൂടെ അവരുടെ പേര് വിളിച്ചു പറയണ്ടേ? അതല്ലേ ചെയ്യേണ്ടത്. അത് ഈ പറഞ്ഞ ചർച്ചയിൽ ഞാൻ ഇപ്പോൾ ചേട്ടൻ്റെ ഒരു ഓഡിയോ സംവിധാനം ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ ഇപ്പോൾ തിരികെ എത്താം. ശ്രീ K. ആന്റണി, ഇവിടെ ഈ ചേട്ടൻ പറഞ്ഞു തന്നെയാണ് പ്രധാനം. ഈ നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ കരിയർമാർ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് പിടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഏതെങ്കിലും സോഴ്സിലോട്ട് എത്തുന്നുണ്ടോ? ഇല്ല. ഇന്നിപ്പോൾ നൈജീരിയക്കാർ 2 പേരെ പിടിക്കുന്നുണ്ട്. എത്രത്തോളമാണ് അവരുടെ പങ്ക് എന്ന കാര്യം നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന സോഴ്സിലേക്ക് എത്തണ്ടേ? ഈ കളമശ്ശേരിയിലെ ഈ കുട്ടികൾ യഥാർത്ഥ ഇരകളാണ്. KSUക്കാരാവട്ടെ SFIക്കാരാവട്ടെ, അവർ ഇരകളാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന 20 കിലോ കിട്ടിയത്, ഈ പറയുന്ന 2 കിലോ കിട്ടിയത് എവിടെ നിന്നാണ് എന്ന ചോദ്യം ഉണ്ടാവണ്ടേ? ആ 2 കിലോ വിൽക്കുന്നവൻ്റെ കയ്യിൽ എത്ര കിലോ കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന ചോദ്യം ഉണ്ടാവണ്ടേ? ശ്രീ അതിലേക്ക് പോവാതെ, ആ സോഴ്സിലേക്ക് പോവാതെ ഈ മാരകകാലം അതിജീവിക്കാൻ കഴിയുമെന്ന് നമ്മൾ കരുതണോ ശ്രീ K. ആന്റണി? ഒരിക്കലുമില്ല. കാരണം നമ്മൾ ഈ ഏറ്റവും താഴെയുള്ള വിതരണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകളെ മാത്രമായിട്ട് നമ്മൾ പിടികൂടുന്നത്. ഇതിൻ്റെ സോഴ്സസ് കണ്ടെത്തിയേ വെക്കൂ.
അത് സംരക്ഷിതമായിട്ടുള്ള നിലയിലുള്ള ആളുകളോ അല്ലെങ്കിൽ അത്രമാത്രം ശക്തമായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ആ ഒരു ഗൂഢസംഘമോ ഒന്നല്ല, പലതായിരിക്കാം. കാരണം ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ളത് സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ റാക്കറ്റ് തന്നെയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം അത് പണത്തിന് വേണ്ടി തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഈ 2 കിലോ കൊണ്ടുവച്ചു എന്ന് പറയുന്നതും അത് വിൽപ്പനയ്ക്കാണ്. ആ വിൽപ്പനയ്ക്കല്ലാതെ ഈ തിലാശും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ വലിക്കാനുള്ള പ്രത്യേക കുപ്പികളും എല്ലാം വെച്ച് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് വരേണ്ട കാര്യമില്ല. ഈ സോഴ്സസിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ വന്ന വഴി തേടി പിന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒക്കൂ. അതിന് ശക്തമായ ഇച്ഛാശക്തി ഉള്ള ഒരു സംവിധാനം വേണം. പോലീസിനാണെങ്കിലും എക്സൈസിനാണെങ്കിലും ഇത് ഈ സംസ്ഥാനത്ത് നിന്നൊന്നും ആകണമെന്ന് നിർബന്ധമില്ല. ഈ സംസ്ഥാനവും ചിലപ്പോൾ രാജ്യം വിട്ടും പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകേണ്ടിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം അങ്ങനെ അത്രമാത്രം വ്യാപകമായ നിലയിൽ ഇതിൻ്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഗൗരവമുള്ള കാര്യമായിട്ട് തന്നെ ഏറ്റെടുത്ത് അതുപോലെ തന്നെ അധികാരികൾ അതിൻ്റെ പിന്നാലെ പോയില്ല എങ്കിൽ നമുക്ക് ഇത് നിർത്താൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഈ ചെറിയ തോതിൽ വിൽപ്പന നടത്തുന്ന ആളുകൾക്ക് പോലും ആയിരങ്ങൾ ലഭിക്കുന്ന ഒരു കച്ചവടമാണിത്. അതുകൊണ്ടാണ് കോളേജ് ഹോസ്റ്റലിൽ സുരക്ഷിതമായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത്. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ രാഷ്ട്രീയം പറഞ്ഞാലും ആ ഹോസ്റ്റലിൽ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കച്ചവടവും ഈ ഇടപാടും മാസങ്ങളായിട്ട് നടന്നിട്ടും ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവോ അല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ, ആ പോലീസിലോ എക്സൈസിലോ അതുപോട്ടെ പ്രിൻസിപ്പലിനോ ആർക്കെങ്കിലും ഒരു പരാതി നൽകിയിട്ടില്ല. അതിനർത്ഥം അവരിത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ പിടികൂടിയതിന് ശേഷം മാത്രമാണ് ആ രീതിയിലേക്കൊരു ആരോപണങ്ങളിലേക്ക് വരാൻ തുനിയുന്നത്. അപ്പോൾ അത് ഒരു കാരണവശാലും ശരിയല്ല. ഇത് വളരെ ഗൗരവമുള്ളതാണ്. ഇതിന്റെ സോഴ്സസ് തേടി തന്നെ പോകണം. അതിന് ഇന്റലിജൻസ് കളക്ട് ചെയ്യണം. സോഴ്സസ് മാത്രമല്ല, കേരളത്തിൽ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ, നമ്മുടെ അധികാര സംവിധാനങ്ങൾ, അതിശക്തമായ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഒക്കെ നിലനിൽക്കെ ഇതിനൊന്നും അറിയാതെ ഈ പറയുന്നൊരു മാഫിയയ്ക്ക് ഇവിടെ ഇറങ്ങി ഇത് മൊത്തം വിറ്റ് പൈസ ഉണ്ടാക്കി ഇവിടെ നിന്ന് പോകാൻ പറ്റും എന്ന് നമ്മൾ കരുതണോ? ഞാൻ രക്ഷിതാവിലേക്ക് ഒന്നുകൂടി പോകണം. ചേട്ടൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന രീതിയിൽ ചേട്ടൻ്റെ സമാനാനുഭവമുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കോളേജ് വിദ്യാർത്ഥികളാണല്ലോ, സ്കൂൾ വിദ്യാർത്ഥികളായ ഇത് കഞ്ചാവാണല്ലോ, MDMAക്ക് വരെ അഡിക്റ്റായ കുറേ അധികം കുട്ടികളുടെ രക്ഷിതാക്കൾ നമുക്കിടയിലുണ്ട്. അവർ പുറത്തു പറയാൻ തയ്യാറാവുന്നില്ല എന്നാണ് പറഞ്ഞു വന്നത്. തീർച്ചയായിട്ടും പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല. അതായത് ഇപ്പോൾ എൻ്റെ പ്രദേശത്ത് തന്നെ ഒരുപാട് രക്ഷിതാക്കൾ ഇതേ ബുദ്ധിമുട്ടിലാണ്. പക്ഷെ അവരൊക്കെ അന്നേ ഇത് പുറത്തോട്ട് പറഞ്ഞയച്ചെങ്കിൽ ആ കുട്ടികൾക്ക് അപകടം പറ്റില്ല. എങ്ങനെ ഈ കുട്ടികൾക്ക് അപകടം പറ്റണത്? ഇപ്പം ഈ കളമശ്ശേരി തന്നെ അത് ഉപയോഗമല്ല സാറേ, അത് വിൽപ്പനയല്ലേ, ബിസിനസ്സല്ലേ. അതൊരു ഉപയോഗമല്ല, അത് ബിസിനസ്സാണത്, വലിയ ബിസിനസ്സാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ അത്തരം ബിസിനസ്സുകൾ നമ്മൾ കാണാതെ പോകരുത്. ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ പൊതുസമൂഹത്തിന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരെ ലീഡർഷിപ്പിൽ ഇത് മാധ്യമങ്ങളെ കൂട്ടിയിട്ട് ഇവരെ നമുക്ക് ഒതുക്കാൻ പറ്റും. നമ്മൾ ഇതിനേക്കാളും വലിയ കെടുതിയിൽ വന്ന ആൾക്കാരല്ലേ. പക്ഷെ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ അല്ല വേണ്ടത്. ഇവിടെ നമ്മൾ ഈ കുട്ടികൾക്ക് ഈ 2 കിലോ കഞ്ചാവ് എവിടെ നിന്ന് കിട്ടി, ആ കൊടുത്തതാര്, ആ കുട്ടീനെയല്ല നമ്മൾ വെളിച്ചത്തിൽ കൊണ്ടുവരേണ്ടത്, ആ കൊടുത്തതാര്. ഇപ്പം നമ്മൾ 1 മാസം മുമ്പാണ് ഇവിടെ ചർച്ചയ്ക്ക് ഇരുന്നത്. അതിനുശേഷം നമ്മൾ എത്ര കേസുകൾ പിടിച്ചിട്ടുണ്ട്? ആ പിടിച്ചതിൽ എത്ര ഈ ഡീലർമാർ, അത് കൊടുത്ത ആൾക്കാരെ നമ്മൾ മാധ്യമങ്ങൾ വിളിച്ചെത്ത് കൊണ്ടുവന്നിട്ടുണ്ട്? അത് കൊണ്ടുവരണ്ടല്ലേ. അതിൽ ശരിക്കും മാധ്യമങ്ങളുടെയും ഈ പോലീസിൻ്റെയും ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഉത്തരവാദിത്വം. ഞങ്ങൾ ഈ രക്ഷിതാക്കൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ മാധ്യമങ്ങളിൽ ഇതൊക്കെ ഏതെങ്കിലും വിരലിലുണ്ടാവുന്ന ആൾക്കാരല്ലേ എന്നെ പോലുള്ള ഉള്ളൂ. ബാക്കി എല്ലാവരും സ്വയം നീറി ചാവുമുണ്ട് ഇല്ലേ. എന്നെ പോലെയുള്ള എത്ര പേരുണ്ട്? 1-2 പേര് വിരലിലുണ്ടാവുന്നവരുണ്ടാവും ഇങ്ങനെ പ്രതികരിക്കുന്നവർ. ബാക്കിയൊക്കെ നാണക്കേട് വിചാരിച്ച് കുറേ ആത്മഹത്യ ചെയ്യും, കുറേ പേര് നീറി ജീവിതം തീർത്തുകളയും. പക്ഷെ അവിടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമില്ലേ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക്, പോലീസിന്, എക്സൈസിന്, മാധ്യമങ്ങൾക്ക് അത് നിർവഹിക്കണ്ടേ? അല്ല നമുക്കൊരു കുറ്റപ്പെടുത്തലിൻ്റെ സമയമല്ല ഇത്. അതാദ്യം മനസ്സിലാക്കണം. നമ്മൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഇത് ശരിക്കും കുട്ടികൾ വരെ ഇരകളാണത്. ഇത് വലിയൊരു ബിസിനസ്സാണ്, ചെറിയ ബിസിനസ്സല്ല, വലിയൊരു ബിസിനസ്സാണ്. അതൊരു കർപ്പൂരത്തിൻ്റെ അത്രം വലിപ്പമുള്ള ഒരു കഷ്ണം ഈ MDMA മറ്റേ മെത്ത്, അതിനൊക്കെ 1500 രൂപ വില. അതെ, ഇന്നും ഇവിടെ വടകരയിൽ എന്തോരം ബൈക്കുകളെ പിടിച്ചേക്കണം ഈ കുട്ടികൾ ഇതിനു വേണ്ടിയിട്ട് അയക്കാണ്ട് ഉപേക്ഷിച്ച് കളയാണല്ലോ. ഒന്നല്ലേ വിൽക്കാൻ ശ്രമിക്കും, വിൽക്കാൻ പറ്റിയിട്ട് വല്ലയിടത്തും കളയും. അങ്ങനെ അത് എറണാകുളത്ത് തന്നെ എത്ര അനുഭവം ഞാൻ തന്നെ പറഞ്ഞിട്ടില്ലേ. കുട്ടികൾ ആദ്യം പശയിലൊക്കെ തുടങ്ങി വരുന്ന സംഭവങ്ങളാണ്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്.
ഇപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഒരിക്കലും സംരക്ഷിക്കാൻ നിൽക്കരുത്. അത് ആ കുട്ടിയോട് ചെയ്യണ അല്ലെങ്കിൽ സമൂഹത്തിനോട് ചെയ്യണ ഏറ്റവും വലിയ പാതകമാണത്. ഞാൻ തുറന്നു പറയും. ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടിക്ക് സംഭവിച്ച് എനിക്ക് ഒളിച്ചു വെക്കായിരുന്നല്ലോ. ആ ഒരു ഉത്തരവാദിത്വമെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കണം. എൻ്റെ ഒരു അഭ്യർത്ഥനയാണത്. ചേട്ടൻ്റെ മകൾക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ അവള്? അവൾ ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ രീതിയിൽ അവൾ ഇതിനേക്കാളും നന്നായിട്ട് അവൾ കൊണ്ടുവരും. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ഒരു ഉത്തരവാദിത്വം കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ആ സംഘവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? ഇല്ല പൂർണ്ണമായും ഇല്ല. പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായിട്ട് ഇടപെടൽ. ഞാൻ പറഞ്ഞത് പോലീസും എല്ലാവരും നല്ലതാണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. ശരി, ഞാൻ കേൾക്കാം. ജിൻഡോ, ഇവിടെ ഞാൻ പറയുന്നത് എന്താണ്? ഞാൻ പറയുന്നത് എൻ്റെ ശക്തമായ സ്റ്റാൻഡ് കളമശ്ശേരി ക്യാമ്പസിൽ 2 കിലോ കഞ്ചാവ് പിടിച്ച ആകാശ് അല്ലേ? ആകാശ് ഒരു മാഫിയയുടെ ഇരയാണ്. ഈ പറയുന്ന അവിടുത്തെ SFIയുടെ ജനറൽ സെക്രട്ടറി, യൂണിയൻ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന അഭിരാജ് ഒരു മാഫിയയുടെ ഇരയാണ്. ജിൻഡോ, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷ പാർട്ടി എന്നുള്ളത് നിങ്ങൾ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടനെ SFIയെ കുറ്റപ്പെടുത്തുകയാണോ വേണ്ടത്? അതോ നിങ്ങൾ ചോദിക്കേണ്ടത് ആരാണ് ആ മാഫിയ? ഈ കുട്ടികളുടെ കയ്യിലേക്ക് കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിച്ച ആ ടീം ആരാണ്? അവർക്ക് പൊളിറ്റിക്കൽ പേട്രണേജും അവർക്കല്ലാത്ത പേട്രണേജും അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്ത് അവരെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ആ ശക്തി ആരാണ്? അവരെ കണ്ടുപിടിക്കൂ എന്നല്ല നിങ്ങൾ പറയേണ്ടത് ജിൻഡോ. കാശ്മീർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്തും പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണിത്. ഈ പിടിക്കുന്ന കാര്യങ്ങളിലൊന്നും കഞ്ചാവോ മയക്കുമരുന്നോ മറ്റേതെങ്കിലും സിന്തറ്റിക് ഡ്രഗ്സ് വിതരണം ചെയ്യുന്ന ആളുകളെ പിടിക്കുമ്പോഴും അതിൻ്റെ പൊളിറ്റിക്കൽ പാട്രണേജ് ഭരിക്കുന്ന പാർട്ടിയും ഭരിക്കുന്ന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും ഏറ്റെടുക്കരുതെന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നിരയുമാണ്, നിയമസഭയ്ക്കകത്തും പുറത്തും. പക്ഷെ നാളുകളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേരളത്തിൽ കാണുന്നത് എന്താ? ഇപ്പോൾ ആലപ്പുഴയിൽ ഒരു CPMൻ്റെ കൗൺസിലറെ പിടിക്കുമ്പോൾ അയാൾ ഇടുക്കിയിലെ ഒരു കഞ്ചാവ് മയക്കുമരുന്ന് കടത്തുകാരന് വണ്ടി കൊടുത്തത് ആണ് ഒരു ജാഗ്രത കുറവായിട്ട് പറയുന്നത്. കാരണം പാർട്ടിയെ അറിയിക്കാതെ വണ്ടി വാങ്ങി, പാർട്ടിയെ അറിയിക്കാതെ വണ്ടി വാടകയ്ക്ക് കൊടുത്തു. അല്ലാതെ അതിൽ മയക്കുമരുന്ന് കടത്തിയതിൽ ഒരു തെറ്റുമില്ല. അപ്പം ഞാൻ പറയുന്നത് ഈ പൊളിറ്റിക്കൽ പാട്രണേജിനെതിരെ ആദ്യം സംസാരിച്ചത് കേരളത്തിലെ പ്രതിപക്ഷമാണ്, ഇപ്പോഴും പറയുന്നു. ഇപ്പോൾ KSUവിൻ്റെ ജാഥ കേരളത്തിലെ ക്യാമ്പസുകളിലൂടെ കടന്നു വരിക ലഹരിക്കെതിരായിട്ട്. ഞാനിപ്പോൾ SFIയുടെ ജില്ലാ സെക്രട്ടറി അല്ലേ ഇദ്ദേഹം, TR അർജുൻ, അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ SFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ, നിങ്ങളുടെ നേതൃത്വത്തിൽ എടുത്തോ. നിങ്ങൾ പറയുന്നത് നിങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്നല്ലേ? നിങ്ങളുടെ നേതൃത്വത്തിൽ KSUവിൻ്റെ ജില്ലാ കമ്മിറ്റിയെയും കൂട്ടിക്കോ, മറ്റേതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയോ മറ്റ് പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ, പോലീസിനെയോ മാധ്യമങ്ങളെ കൂടി കൂട്ടിക്കോ. എന്നിട്ട് കേരളത്തിലെ, പ്രത്യേകിച്ച് നിങ്ങൾ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ്, ഈ എറണാകുളം ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകളിലും നമുക്കൊന്നിച്ച് കയറാം, നമുക്കൊന്നിച്ച് കയറി ക്യാമ്പയിൻ നടത്താം, നമുക്കൊന്നിച്ച് കയറി ഹോസ്റ്റലിൽ കയറി പരിശോധിക്കാം. നമുക്ക് കാണാമല്ലോ എങ്ങനെ ഇത് പിടിച്ചു നിർത്താൻ പറ്റുമെന്ന്. ഈ ലഹരിയുടെ വ്യാപനത്തെ പിടിച്ചു നിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് KSUവിനും SFIക്കും ഒക്കെ വലിയ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അത് നിർവഹിക്കാതെ KSUക്കാരുടെ റൂമിൽ നിന്നാണല്ലോ പിടിച്ച എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു, നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമുക്ക് പരസ്പരം പഴിചാരാം. ഇപ്പോൾ ഇവിടെ രക്ഷിതാവ് പറഞ്ഞ പോലെ അതിൻ്റെ ഉത്തരവാദിത്ത ബോധം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIയുടെ ചെങ്കോട്ട എന്നെഴുതി മറ്റാരെയും കടത്താതെ, മാധ്യമങ്ങളെയോ പോലീസിനെയോ രക്ഷിതാക്കളെയോ, ഇപ്പോൾ പൂക്കോട്ട് ക്യാമ്പസൊക്കെ ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ പൂക്കോട്ട് ക്യാമ്പസിലെ ആ സിദ്ധാർത്ഥൻ്റെ അച്ഛനമ്മയെ പോലും അവിടെ കയറ്റാൻ നിങ്ങൾക്ക് ഭയമാണ്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ചെങ്കോട്ടയ്ക്കകത്ത് എല്ലാവരും കയറി നമുക്കൊന്നിച്ച് പരിശോധിക്കാൻ മതി. നിങ്ങൾ ചെങ്കോട്ടയാക്കി വെച്ച സ്ഥലത്ത്, നിങ്ങളുടെ സാമ്രാജ്യത്തിനകത്ത് ഇത്തരം മയക്കുമരുന്ന് ലോബികൾ പ്രവർത്തിക്കുന്നുണ്ട്. തടയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളും കൂടി കൂടാം, നമുക്ക് ഒന്നിച്ച് തടയാൻ ശ്രമിക്കാം. പിന്നെ താങ്കൾ പറഞ്ഞത് എന്താ? KSUക്കാരൻ്റെ മുറിയിൽ നിന്ന് 2 കിലോ കിട്ടി, SFIക്കാർ യൂണിയന്റെ ജനറൽ സെക്രട്ടറിയുടെ മുറിയിൽ നിന്ന് 9 ഗ്രാമേ കിട്ടിയോളൂന്ന്. ആരുടെ മുറിയിൽ നിന്ന് കിട്ടി എന്നുള്ളതല്ല, കിട്ടിയല്ലോ. കിട്ടിയ കേസിൽ നമ്മൾ ആ SFIയുടെ ഏരിയ സെക്രട്ടറി ചെയ്തെന്താ? SFIയുടെ നേതാവിന് വെള്ളപൂശുന്ന നിലപാടാ. KSU ആരെയും വെള്ളപൂശിയില്ലല്ലോ, KSUവിന് പോലീസിനെ കുറിച്ച് ആക്ഷേപമില്ലല്ലോ, KSUവിന് റെയ്ഡിനെ കുറിച്ച് ആക്ഷേപമില്ലല്ലോ. ചെയ്ത നടപടി നല്ലതാണെന്നല്ലേ ഞങ്ങൾ പറഞ്ഞോളൂ. കേരളത്തിലെ ക്യാമ്പസിൽ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്തതോ ഉപയോഗിക്കുന്നതോ KSU ആയിക്കോട്ടെ SFI ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അതിനെ ഒന്നിച്ചെതിർക്കാമെന്നാണ് ഞങ്ങൾ പറയുന്നത്, കോൺഗ്രസ് പറയുന്നത്. നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പിന്തുണ കൊടുക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അത് പറയണ്ടേ? അതിന് പകരം പിടിച്ച പോലീസ് ഭീഷണിപ്പെടുത്തി കേസിൽ പ്രതിയാക്കി എന്ന് പറഞ്ഞത് ശരിയല്ല. പിന്നെ താങ്കൾ പറഞ്ഞു മഹാരാജ് കോളേജിൽ ആരെ പിടിച്ചുവെന്ന്. ഒരു ഇസ്മായിൽ സേട്ട് നിങ്ങളുടെ സ്പോർട്സ് സെക്രട്ടറി ആയിരുന്നു. ഇസ്മായിൽ സേട്ട് മഹാരാജ് കോളേജിലെ യൂണിയനിലെ സ്പോർട്സ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തെ ഫോർട്ട് കൊച്ചിയിൽ പിടിച്ചിട്ടുണ്ട് സിന്തറ്റിക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ അന്വേഷിക്കണം, പത്രവാർത്ത എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അയച്ചു തരാം. ഇനി രണ്ടാമത്തെ താങ്കൾ പറഞ്ഞ ഇടുക്കിയിൽ ഒരു റിസ്വാൻ KSUക്കാരനെ പിടിച്ചുവെന്ന്. KSUക്കാരൻ ഇന്ന് KSUവിലില്ല. റിസ്വാനെതിരെ ഞങ്ങൾ സംഘടനാ നടപടിയെടുത്ത് പുറത്താക്കി, ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല. നിങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പൂക്കോട്ട് ക്യാമ്പസിനെ കുറിച്ച് നിരന്തരം പറയുന്നുവെന്ന് ഞങ്ങൾ പറയും അർജുനെ. കാരണം പൂക്കോട്ട് ക്യാമ്പസിൽ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരു പാവം പിടിച്ചവനെ 3 ദിവസം മുഴുപട്ടിണിക്കിട്ട് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത് ആരാണ്?
അപ്പോൾ അതിനെതിരെ ഞങ്ങൾ അന്വേഷിക്കാൻ വന്നപ്പോൾ കേരളത്തിലെ മറ്റൊരു സംഘടനയും മാധ്യമങ്ങളെയും പോലീസിനെ പോലും അതിനകത്തേക്ക് കയറ്റാതെ ചെങ്കോട്ടയ്ക്ക് കാവൽ നിന്നാരാണ്? SFI ആണ്. നിങ്ങളുടെ അന്നത്തെ വയനാട്ടിലെ CPM ജില്ലാ സെക്രട്ടറി ഗഗാറിന്റെ പ്രസംഗം അർജുൻ ഓർമ്മയുണ്ടോ? ആ സിദ്ധാർത്ഥന്റെ അച്ഛനോടും അമ്മയോടും കാണിച്ച നീതികേട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സിദ്ധാർത്ഥനെ കൊന്നുകളഞ്ഞ ആളുകളെ സംരക്ഷിച്ച യൂണിവേഴ്സിറ്റിയും അവിടുത്തെ കോളേജ്, വെറ്ററിനറി കോളേജും പരീക്ഷ എഴുതി അവരെ മൃഗഡോക്ടർമാരാക്കാൻ പോവല്ലേ? കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചതെന്താ? കോമ്പസ് കൊണ്ട് പൊക്കിളിൽ വട്ടം വരച്ച് കളിച്ചതാരാ? മുറിവിൽ ഈ പറഞ്ഞ പശയും മറ്റൊക്കെ തേച്ച് രസിച്ചതാരാ? അപ്പൊ ഇതിനൊക്കെ SFIക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സംസ്ഥാനത്തെ ഏറ്റവും പരാജയപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണെന്ന് നിങ്ങൾ സമ്മതിക്കണം. നിങ്ങളുടെ ചെങ്കോട്ട എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഒരു ക്യാമ്പസിൽ 500 രൂപ പിരിച്ച് ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യാം, ഹോളി ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SFI അത് ഇന്ന് രാവിലെയാണ് അറിയുന്നെങ്കിൽ SFI പരമപരാജയമാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഹോസ്റ്റൽ മുറിയിൽ KSUക്കാർ മയക്കുമരുന്നും കഞ്ചാവും വിതരണം ചെയ്യുന്നു എന്ന് നിങ്ങൾ ഇന്ന് രാവിലെയാണ് അറിഞ്ഞതെങ്കിൽ നിങ്ങൾ കളമശ്ശേരി പോളിടെക്നിക്കിലെ യൂണിറ്റ് പിരിച്ചുവിടണം. അത്രത്തോളം ഗതികെട്ട, അത്രത്തോളം ദുർബലമായിട്ടുള്ള ഒരു യൂണിറ്റ് സംവിധാനമാണ് SFIക്ക് ക്യാമ്പസിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയാം അർജുനെ, ഈ കായംകുളത്തെ പ്രതിഭയുടെ മകൻ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയുടെ സൈഡിൽ ഓട്ടയിട്ട് പപ്പായ തണ്ടുകൊണ്ട് വലിച്ചു കയറ്റി ആകാശ വിസ്ഫോടനം നടത്തുന്ന പരിപാടിക്ക് നേതൃത്വം കൊടുത്തപ്പോൾ കേരളത്തിലെ സാംസ്കാരിക മന്ത്രി പറഞ്ഞതെന്നറിയോ? ചെറിയ പുകയാണ്, കുഴപ്പമില്ല, ഞാനും ജയിലിൽ കിടന്നപ്പോൾ വലിച്ചിട്ടുണ്ടെന്ന്. ഒരു സാംസ്കാരിക മന്ത്രി കേരളത്തിലെ ചെറുപ്പക്കാർക്ക് കൊടുത്ത ഉപദേശമാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ചെറുപ്പക്കാർക്ക് കിട്ടുന്ന സന്തോഷം എന്താ? അപ്പൊ കേരളത്തിലെ ഈ ലഹരി വസ്തുക്കൾക്കായിക്കോട്ടെ, ഉപയോഗത്തിനായിക്കോട്ടെ, വ്യാപനത്തിനായിക്കോട്ടെ, അക്രമ സംഭവങ്ങൾക്കായിക്കോട്ടെ, കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി തൊട്ട് സാംസ്കാരിക മന്ത്രി വരെയുള്ള മുഴുവൻ ആളുകളുമാണ് പൊളിറ്റിക്കൽ പെറ്ററേജ് എടുക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലാതെ ഒരു കേസ് പിടിക്കപ്പെടുമ്പോൾ അതിൽ രാഷ്ട്രീയം ചെയ്യുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ശരി ഞാൻ തന്നിട്ടോ. ശ്രീ അർജുൻ, ഞാൻ ആദ്യ ഒഴുത്തിൽ ചോദിച്ച 2 ചോദ്യം. ഒന്ന്, ഈ പറയുന്ന ആ കളമശ്ശേരി ക്യാമ്പസിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശക്തമായ സംഘടന എന്നുള്ള നിലയ്ക്ക് SFIക്ക് 2 കിലോ കഞ്ചാവ് ഹോസ്റ്റലിലെത്തി വിൽപ്പന നടത്തുന്ന ആ സംഘത്തെക്കുറിച്ച് നേരത്തെ അവരെ പൂട്ടാൻ ഉത്തരവാദിത്വമില്ലേ? 1. 2, എന്തിനാണെന്നേ ഈ സംഭവം ഉണ്ടാകുമ്പോഴേക്കും ഇത് ഈ പോലീസിന്റെ ഗൂഢാലോചനയാണ് എന്ന മട്ടിൽ നിങ്ങളുടെ ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം രംഗത്ത് വരുന്നത്? എന്തിനാണ് സംരക്ഷണം തീർക്കുന്നത് അർജുൻ? ഒന്ന്, ഈ പറയുന്നത് പോലെ KSU പ്രവർത്തകർ അതിനകത്ത് ഈ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയത് SFI അറിഞ്ഞിരുന്നില്ലേ? സ്വാഭാവികമായിട്ടും കളമശ്ശേരി ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടക്കുന്നുണ്ട് എന്നുള്ളത് പോലീസിനെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആദ്യമേ ഞങ്ങളാണ്. നിങ്ങളതിൻ്റെ ഇന്നലെ നടന്ന റെയ്ഡിൻ്റെ മഹസാക്ഷി എടുത്ത് നോക്ക്. അതിന് സാക്ഷിയെ ഒപ്പിട്ടിട്ടുള്ളത് SFIയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമാണ്. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇതെങ്ങനെ ചെറുക്കണം എന്നുള്ളത്. ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഇതിനകത്തില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ പറയുന്നത് പോലെ ചെങ്കോട്ടകൾ ഇങ്ങനെ സൃഷ്ടിച്ച് അതിനകത്ത് കഞ്ചാവ് വിൽപ്പന നടത്തുകയാണ്, വിൽപ്പന നടത്താൻ വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ചെങ്കോട്ടകൾ കെട്ടിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ മനസ്സിലാണ്. അതുകൊണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ജിൻഡോ സൂചിപ്പിച്ചല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണെന്ന് അവകാശപ്പെടുന്നത്. അത് തന്നെയാണ് ഞങ്ങളങ്ങനെ ഓരോ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ചെങ്കോട്ടകൾ കെട്ടിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ കേരളത്തിനകത്ത് ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായത്. പിന്നെ KSUക്കാർ നാട്ടിൽ മുഴുവൻ നടന്ന് കഞ്ചാവ് വിറ്റ അവരൊക്കെ തെരഞ്ഞു പിടിച്ച് നന്നാക്കൽ ഞങ്ങളുടെ പണിയല്ല. അത് ഞങ്ങളുടെ പണിയല്ല. ആ പണി ഏറ്റെടുക്കേണ്ടത് കോൺഗ്രസിൻ്റെ നേതൃത്വം. അതും നിങ്ങളുടെ കുട്ടികളാണല്ലോ. നിങ്ങളുടെ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും സംരക്ഷിക്കുന്ന ഒരു KPCC പ്രസിഡന്റും ഒരു പ്രതിപക്ഷ നേതാവും ഉണ്ടല്ലോ. ഇന്ന് രാവിലെ SFIക്കാരെയാണ് പിടിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് വന്ന് പ്രസ്താവന നടത്തിയ ആളുകളല്ലേ. ഉച്ചയ്ക്ക് ശേഷം KPCC പ്രസിഡന്റും പ്രസ്താവനയില്ല, ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനുമില്ല, കോൺഗ്രസിൻ്റെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും പ്രസ്താവനയില്ല. രാഷ്ട്രീയം വേണ്ട, ഉച്ചയ്ക്ക് ശേഷം കാണുന്ന പുതിയ പ്രതിഭാസം. രാഷ്ട്രീയം വേണ്ട, നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം. ഒരു തർക്കവും വേണ്ട, എതിർക്കും, ഞങ്ങൾ എതിർക്കും. ഞങ്ങൾ നിലപാട് സ്വീകരിച്ചുള്ളത് KSUവിനോടും ലഹരിയോടും ഒറ്റ നിലപാട് സ്വീകരിച്ചുള്ളൂ. രണ്ടും കേരളത്തിലെ ക്യാമ്പസുകൾക്ക് ആശാസ്യകരമായിട്ടൊന്നല്ല. രണ്ടും കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് അരാജക പ്രവണതകൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന് തന്നെയാണ് KSU ആണെങ്കിലും ലഹരിയാണെങ്കിലും. ഈ KSU നേതാക്കന്മാരുടെ കൈകളിൽ നിന്ന് പിടിച്ച ലഹരി 2 കിലോയിനപ്പുറം ഉണ്ട് എന്ന് കണ്ടപ്പോൾ തൊട്ട് അങ്ങ് തുടങ്ങി. നമുക്ക് ഒരുമിച്ച് നേരിടാം. ഒരു കൂട്ടും വേണ്ട. നിങ്ങളുടെ ഒരു കൂട്ടും പിടിച്ചിട്ട് ഈ ലഹരിക്കെതിരെ ഈ കൊണ്ട് നടന്നത് നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചത് നീയേ ചാപ്പ എന്ന് പറയില്ലേ, അത് തന്നെ നിങ്ങൾ തന്നെ വിൽപ്പന നടത്തും, നിങ്ങൾ തന്നെ എതിർക്കും. ആ പണിക്ക് നിങ്ങളുടെ കൂടെ ഞങ്ങളില്ല. ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ കാലം വരെ ഇപ്പോൾ കളമശ്ശേരിയുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്യാമ്പയിൻ എടുത്ത് നോക്ക്. കളമശ്ശേരിയിലെ എല്ലാ പ്രാദേശിക കേന്ദ്രങ്ങൾക്കകത്തും ഞങ്ങൾ ലഹരി മരുന്നിനെതിരായി, ഈ കഞ്ചാവ് വിൽപ്പനക്കെതിരായിട്ടുള്ള ലഘുലേഖ വിതരണവും ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കേരള സംസ്ഥാനത്തെ മുഴുവൻ ക്യാമ്പസുകളിലും ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസമാണ് ഞങ്ങൾ വലിയ വിദ്യാർത്ഥി സംഘടന തീർത്തത്. അങ്ങനെ ലഹരിക്കെതിരായി നിരന്തരം ഈ പോരാട്ടം നടത്തുന്നവർ തന്നെയാണ് ഞങ്ങൾ. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ 50 2 കിലോ പിടിച്ചതും 9 ഗ്രാം പിടിച്ചതും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്?
ഞാൻ ആ നിലയിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു പൊടിയാണെങ്കിൽ പോലും, ഒരു പൊടി കഷ്ണമാണെങ്കിൽ പോലും ഒരു വിദ്യാർത്ഥിയുടെ കൈവശം ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഇത്തരത്തിലുള്ള സമൂഹത്തിന് വിപത്താകുന്ന എന്ത് ലഹരി മരുന്നാണെങ്കിലും അതിനെ ചെറുക്കാൻ വേണ്ടി ആദ്യം മുന്നോട്ട് വരുന്ന ആളുകൾ തന്നെ ഞങ്ങൾ. പിന്നെ സിദ്ധാർത്ഥനെ കൊന്നതാരാ? അതുപോലെ തന്നെ സിദ്ധാർത്ഥന് ആത്മഹത്യക്ക് പുറകിലാരാ? അതുപോലെ തന്നെ കോട്ടയത്ത് മെഡിക്കൽ ആരാ? ഇതിന്റെയൊക്കെ പുറകിൽ എന്താ? നിങ്ങൾക്ക് SFIയുടെ ഏതോ മെമ്പർഷിപ്പിലുള്ള ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ കോട്ടയത്തെ ഞാനതിലേക്ക് ഇടപെടാതിരുന്ന എനിക്കും ഈ ചോദ്യം ആ സമയത്ത് ജിൻഡോ ആ സമയത്ത് ജിൻഡോ ഇങ്ങനെ അല്ല അല്ല ജിൻഡോ, നിങ്ങൾക്ക് ഒരു അറിവുമില്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കണമെന്ന് പറഞ്ഞ്, സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല? KSU മറ്റു സംഘടനകളല്ലേ പോയെ? KSU മറ്റു സംഘടനകളല്ലേ പോയെ? നിങ്ങൾ എന്തുകൊണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തില് യഥാർത്ഥ പ്രതികളെ പിടിക്കണമെന്ന് പറഞ്ഞ് SFI സമരം ചെയ്തില്ല? അതിന്റെ മര്യാദയാ. ആമസോൺ കാർഡിലെ അടിക്കാടിന് തീ പിടിച്ച പോലും സമരം ചെയ്യുന്ന SFI സിദ്ധാർത്ഥന്റെ മരണത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു അനുശോചനം പോലും ഇല്ലാതിരുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ അറിയാതിരുന്നത്? ഞങ്ങളുടെ രാഷ്ട്രീയ ബോധം, നിലപാട് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ നിങ്ങൾ ഇങ്ങനെ കേരളത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത്. നേതൃത്വത്തിൽ ആയുർവേദ കോളേജിലെ PK രാജനെ കൊന്നതാരാ? അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് മരണത്തെ കുറിച്ച് പറഞ്ഞ് സമീകരിക്കാൻ നോക്കണ്ട. അർജുൻ ജനിക്കുന്നതിന് മുമ്പുള്ള മരണത്തെ കുറിച്ച് പറഞ്ഞ് സമീകരിക്കാൻ നോക്കണ്ട. സിദ്ധാർത്ഥനെ കൊന്നത് ആരാണ്? സിദ്ധാർത്ഥനെ എങ്ങനെയാ മരിച്ചേ? സിദ്ധാർത്ഥനെ എങ്ങനെയാ മരിച്ചേ? അർജുൻ പറഞ്ഞിട്ട് പോ. അർജുൻ ധൈര്യമുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ. സിദ്ധാർത്ഥൻ എങ്ങനെയാ മരിച്ചേ? ധീരജ് മരിച്ച കത്തി എവിടുന്ന് വന്നു? ധീരജ് മരിച്ച കത്തി എവിടുന്ന് വന്നു? ധീരജ് കൊല്ലപ്പെടാൻ ഇടയായിട്ടുള്ള കത്തി എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടി? അത് പറയ്. ആ കത്തി ആര് കൊണ്ടുവന്നു? ആര് കൊണ്ടുവന്നു? നിങ്ങൾ ഞങ്ങൾ പറഞ്ഞതൊന്നും പറയണ്ടെന്ന്. നിങ്ങൾ പറയും കൊണ്ടുവന്നതാര്? ആ കത്തി എവിടെ? ഈ സിദ്ധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. നിങ്ങൾ ധീരജിനെ പറ്റിയും ധീരജിന്റെ കൊലപാതകം നിങ്ങൾ ന്യായീകരിച്ചിട്ടുണ്ട്. അല്ല ഹാഷ്മി, ഹാഷ്മി ഇടപെടേണ്ടതായിരുന്നു. ഹാഷ്മി ഇടപെട്ടില്ല. മറുപടി ഇങ്ങനെ അല്ല, അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഇത് സ്ഥാപിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാനും ആ രക്ഷിതാവിൻ്റെ ഭാഗം, ആ രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗത്തെ ഏറ്റവും ഹൃദയവേദനയോട് കൂടി തന്നെ കാണുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരു അച്ഛനും ഒരമ്മയും ഒരു സഹോദരനും ഇനി കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാവരുന്നത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ. ഇപ്പോൾ ഇവിടെ ജിൻഡോ, ഇതൊക്കെ ജിൻഡോ അങ്ങ് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് നേരിടണം എന്നൊക്കെ 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങ് SFI വധം, അങ്ങനെ SFI വധം നടത്താൻ വേണ്ടി വിട്ടു തരൂല ജിൻഡോ. അങ്ങനെ നിങ്ങൾ നടത്തുന്ന നെറികേടുകളെല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ചിട്ട് എന്ത് തോന്നിയവാസവും കാണിച്ച് കേരളത്തിലെ ക്യാമ്പസിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലൂടെ നിങ്ങൾ നടക്കാൻ വേണ്ടി പിണറായി വിജയനല്ലേ കേരളം ഭരിക്കുന്നത്? നിങ്ങൾ പറയും KSUവിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിടിപ്പിക്കേ നിങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ വന്ന് നിൽക്കാം. കേരളത്തിലെ ഏത് ക്യാമ്പസിൽ KSU ക്ലാസ് വെച്ച് വിൽക്കുന്നുണ്ടത് നിങ്ങൾ പറയും. അതല്ലേ ഒരു മര്യാദ? നിങ്ങളുടെ ഇരട്ട ചങ്കൻ കാരണഭൂതൻ കഴുകൻ ഭരിക്കുന്ന ഒരു കേരളത്തിൽ ഞങ്ങൾ KSUക്കാർ പാവങ്ങള് കഞ്ചാവ് വിൽപ്പന നടത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ കേരളത്തിലെ നടത്തിയ ഒരാളെ പിടിച്ചു. അവൻ റിമാൻഡിൽ പോയി 2 കിലോ ഉള്ള നിങ്ങളുടെ ത്രാസ് വെച്ച് വിൽപ്പന നടത്തിയ KSUവിന്റെ നേതാവ് റിമാൻഡിൽ പോയി. 2 പേര് ഓടി രക്ഷപ്പെട്ടു. നേതാവല്ല സമയത്ത് ഫോട്ടോ ഡിലീറ്റ് ചെയ്താൽ മാധ്യമങ്ങളെ കണ്ട് മറുപടി പറഞ്ഞു. പോലീസ് എന്തുകൊണ്ട് അങ്ങനെ KSUവിന്റെ പാനലിൽ മത്സരിച്ചാൽ അറസ്റ്റ് ചെയ്യാതിരുന്നത്? അത് ജിൻഡോ ഓർമ്മിപ്പിച്ചു നന്നായി. അത് KSU ആണെന്ന് തന്നെയല്ല പറഞ്ഞത്. ഞങ്ങൾ KSUവിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളുകളാണെന്ന് തന്നെയല്ലേ പറഞ്ഞത്. അവിടെ ആ തർക്കം തുടരും. അത് കേരളമാണ്, ആ തർക്കം തുടർന്നോട്ടെ. കെ മാണി, ഇവിടെ പ്രശ്നം ഇപ്പോൾ ഈ കഴിഞ്ഞ പോയ വർഷം ഒക്ടോബറിൽ ഗുജറാത്തിൽ നിന്നൊരു കൊക്കൈൻ ഹണ്ട് ഉണ്ടായി. 5000 കോടിയുടെ കൊക്കൈൻ ഹണ്ടാണ്. ഈ രാജ്യത്തേക്ക് വന്ന കൊക്കൈനാണ്, ഈ രാജ്യത്ത് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കൊക്കൈൻ തന്നെയാണ്. അതിൻ്റെ പിന്നാലെ പിന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ കാര്യമായ വാർത്ത നമ്മൾ കേട്ടോ? അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് നമ്മൾ കേട്ടോ? ഗുജറാത്തിൽ നിന്നും അല്ലാതെയും ഒക്കെ ഇത്തരത്തിൽ മാസീവ് ഹണ്ടുകൾ നടക്കുന്നുണ്ട്.
ഹണ്ട് നടക്കുന്നത് നമുക്ക് അറിയുള്ളൂ. അതിൻ്റെ പിന്നിൽ ആരാണ് യഥാർത്ഥത്തിൽ ഈ മുതൽ ആരുടെ മുതലാണ് എന്ന് നമ്മൾ അറിയുന്നില്ല. ഇങ്ങോട്ടേക്ക് വരുന്ന ഒരുപാട് പിള്ളേരെ പിടിക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികളെ പിടിക്കുന്നുണ്ട്, ഒരുപാട് കാരന്മാരെ പിടിക്കുന്നുണ്ട്. അവരുടെ പേര് മാത്രമേ നമ്മൾ അറിയൂ. ഈ കുട്ടികളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആരാണ് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ശ്രീ കെ മാണി, അങ്ങനെ നമ്മൾ അറിയാതിരിക്കുന്നതിൽ ഒരു ദുരൂഹതയില്ലേ? ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയ പ്രബുദ്ധമായൊരു നാട്ടിൽ, പോലീസ് സംവിധാനങ്ങൾ അതിശക്തമായൊരു നാട്ടിൽ, അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ സംവിധാനങ്ങൾ അതിശക്തമായൊരു നാട്ടിൽ ആരോരും അറിയാതെ ഈ കരിയർമാരിൽ ഇതേപ്പിക്കാൻ പറ്റുമോ? ഈ പണത്തിന്റെ പങ്ക് പറ്റുന്ന ആൾക്കാരുണ്ടാവില്ലേ ശ്രീ കെ മാണി? ഈ പറഞ്ഞത് ശരി തന്നെയാണ്. ഒരു പരിധിവരെ ഗുജറാത്തിൽ പിടിച്ചതും അതുപോലെ തന്നെ നമ്മുടെ തീരത്ത് പിടിച്ചല്ലോ, നേവിയുടെ സഹായത്തോടു കൂടി പിടിക്കുകയുണ്ടായി. ഒരു ബോട്ട് നിറയെ 25,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചത്. അതിൻ്റെ സോഴ്സ് അത് NIA അന്വേഷിക്കുന്നുണ്ട്. സെൻട്രൽ ഏജൻസികൾ ഇതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊരു ഇൻ്റർനാഷണൽ റാക്കറ്റ് ആണെന്നുള്ളത് നമ്മൾ ഇന്ന് വർക്കലയിൽ ഒരു വിദേശിയെ പിടിച്ച സമയത്ത് തന്നെ അയാൾ അമേരിക്കൻ ഗവൺമെൻറ് അല്ലെ അമേരിക്കൻ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് പറയുന്നു. അയാൾ ഈ കൊച്ചു കേരളത്തിൽ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? 5 വർഷമായിട്ട് ഇവിടെ അയാൾ നിൽക്കുന്നത് ഏതായാലും കേരളത്തെ നന്നാക്കാൻ വേണ്ടിയല്ലല്ലോ. ഇപ്പം ഇതിൻ്റെ സോഴ്സസ് ഉണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്, അല്ലെങ്കിൽ ഏത് രാജ്യങ്ങളിലാണ് വരുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് സൂചനകളും ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്കറിയാം, ഞാൻ ആ രക്ഷിതാവിൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ ആയിരക്കണക്കിന് മാതാപിതാക്കളുടെ ആ വേദനയുടെ ഇതാണ്, അതിനെ എത്രമാത്രം ഗൗരവം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് ഈ ചർച്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അതൊരു കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ്. അതിനെ എങ്ങനെയാണ് അതിനെ കാണേണ്ടതെന്നുള്ളത് നമുക്കത് ഒരുമിച്ച് നിന്ന് അതിനെതിരായിട്ട് പൊരുതുക എന്നുള്ളത് തന്നെയാണ്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ ഒരു 10 പോലീസുകാരെ, അന്വേഷണത്തിൽ മികവ് പുലർത്തുന്ന 10 പോലീസുകാരെ ഈ വലുതായി പിടിച്ചിരിക്കുന്ന ഒറ്റ കേസിൻ്റെ പിന്നാലെ വിട്ടുകഴിഞ്ഞാൽ അവർക്കതിൻ്റെ കൃത്യമായ സോഴ്സ് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം അത് സോഴ്സ് അന്വേഷിച്ച് പോയാൽ കിട്ടും. അത് കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് പോലീസോ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ ഏജൻസികളോ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടെത്താനും അതിൻ്റെ ആ റൂട്ട് അവിടെ കട്ട് ചെയ്യുവാനും സാധിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം ഇത് സാമ്പത്തിക മേഖലയാണ്, അതായത് ഒരു സമാന്തര സാമ്പത്തിക സംവിധാനം തന്നെയാണിത്. അപ്പോൾ അത് പണത്തിൻ്റെതാണ് ഈ ബിസിനസ് എന്ന് നമ്മൾ പറയാം. നമ്മളെ എന്റെ ചോദ്യം, ഞാൻ രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ട്, ഞാൻ ഒന്നുകൂടെ വ്യക്തമായി ചോദിച്ചു, രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ടിറങ്ങി കഞ്ചാവ് കച്ചവടമോ നേരിട്ടിറങ്ങി MDMA കച്ചവടം നടത്തുമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു മൗനാനുവാദം കിട്ടുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ പണത്തിന്റെ പങ്ക് അവർ പറ്റുന്നുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ഇത്ര വ്യാപകമായി, ഇക്കാലം അത്രയും ഇത്ര വ്യാപകമായി ഗ്രൗണ്ടിലടക്കം ഇത്ര വേരോട്ടം ഉണ്ടാക്കുന്ന രീതിയിൽ ഇക്കൂട്ടർക്ക് ഇവിടെ എത്താൻ കഴിയുക? ശ്രീ കെ മാണി, അല്ല, ഇത് പ്രത്യക്ഷമായ നിലയിലല്ല ഇതിൻ്റെ ഇടപാടുകൾ നടക്കുന്നത്. പങ്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലാണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു വിവരമോ തെളിവോ ഇല്ലാതെ നമ്മൾ സംസാരിക്കുന്നതിൽ ഉചിതമല്ല. കാരണം ആ രീതിയിൽ സംശയിക്കുന്നു എന്ന് പറയുന്നു, ആ രീതിയിൽ ഒരു സംശയം ഉണ്ടാകാം പലർക്കും, ചിലപ്പോൾ അങ്ങനെ ആവാം. എന്തുകൊണ്ട് ഇത് അടിച്ചമർത്താൻ പറ്റുന്നില്ല? പക്ഷെ അത് ഒറ്റ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പോടു കൂടി അത് ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം വ്യാപകമായ നിലയിലേക്ക് അത് വ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിൽ. പിന്നെ ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാനായി തന്നെ പോകണം. അതിനായിട്ട് കച്ചകെട്ടി ഇറങ്ങി പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് തന്നെ അതിനെ നിർത്തലാക്കാനും സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെടാനുള്ളത്, അല്ല എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, നമ്മൾ ഈ ഒറ്റ അടിക്ക് ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ വേറെ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്, ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സ്ഥിരമായ മയക്കുമരുന്ന് നമ്മൾ കണ്ടു, ഒരു മെഡിക്കൽ സ്റ്റോർ അടിച്ചു പൊളിക്കുന്നത് കണ്ടു തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഭാഗത്ത്. കാരണം അത് സ്ഥിരമായിട്ട് മയക്കുമരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് കിട്ടാതെ വന്നപ്പോൾ അവർ മെഡിക്കൽ സ്റ്റോറിൽ അതിൻ്റെ ഡോക്ടറുടെ കുറിപ്പില്ലാതെ ചെന്നു, അത് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ബൈക്കും അയാളുടെ കടയും അടിച്ചു പൊളിച്ചു. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അത് വ്യാപകമായ തോതിൽ ഉണ്ടാവും. ഇപ്പം നമുക്കറിയാം, ചെറിയ കുട്ടികൾ, നമ്മളിപ്പോൾ കോളേജ് യുവജനങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിൻഡർ ജോയിലും ഡയറി മിൽക്കിലും മയക്കുമരുന്ന് കൊടുത്തിട്ട് അവരെ ആ പാതയിലേക്ക് കൊണ്ടുവരുവാണ്. അത് മയക്കുമരുന്നിൻ്റെതായ അഡിക്റ്റഡാക്കി അവരെ ചെറിയ പ്രായം തൊട്ട് 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടികളെ ആക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കൾച്ചർ ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഗുരുതരമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവത്തിൽ, അർഹിക്കുന്ന ഗൗരവത്തിൽ ചർച്ച ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ രക്ഷിതാവ് ഒരിക്കൽ വിളിച്ചോട്ടെ, എനിക്ക് ആ വീഡിയോകളിൽ, ആ ഓഡിയോ ക്ലിപ്പുകളിൽ, ആ ദൃശ്യങ്ങളിലൊക്കെ ഉള്ളത് അവർ അങ്ങോട്ടുള്ള സംഭാഷണമൊക്കെ ഏതെങ്കിലും വലിയ കുട്ടികൾ, വലിയ ആൾക്കാരല്ല, എല്ലാവരും കുട്ടികൾ തന്നെയാണ്. ആ കുട്ടികളുടെ ഒരു കാർട്ടൽ, അതിനോട് ഒരു നെറ്റ്വർക്ക്, കുട്ടികളുടെ ഒരു സംഘം അതിനോടകം ഉണ്ടായിട്ടുണ്ടെന്നും എന്ന് ആ വീഡിയോകളിൽ നിന്ന്, ശബ്ദത്തിൽ നിന്ന് വളരെ എവിഡൻ്റ് ആണ്.
കുട്ടികൾക്ക് മാത്രമായി ചേർന്നൊരു കാർട്ടൽ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ ചേട്ടാ. അപ്പോൾ ആ കുട്ടികളെ കാക്കുന്ന ഒരു ഇപ്പം ഞാൻ പറഞ്ഞ കൊച്ചി ഇതിൻ്റെ ഒരു ഹബ്ബ ആണെന്നാണ് സംശയിക്കുന്നതെങ്കിൽ ഈ കുട്ടികൾക്ക് മാത്രം ആ ഹബ്ബാവാൻ പറ്റില്ല, കുട്ടികൾക്ക് മാത്രം ആ നെറ്റ്വർക്കോ കാർട്ടലാവാൻ പറ്റില്ല. ആ കുട്ടികളെ അതിനുവേണ്ടി ഇറക്കി വിട്ട് ആ കുട്ടികളെ സംരക്ഷിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു സംഘം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ കുട്ടികളൊക്കെ ഇതിൻ്റെ ഇരകളാണ്. ഞാൻ പറഞ്ഞല്ലേ, ആദ്യം കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇത് കൊടുത്ത് പിന്നെ ഇതിൻ്റെ ഡീലർമാരാക്കി മാറ്റുകയാണ്. ഇവർ തന്നെ കുറേ ആൾക്കാരുടെ പേര് പറയുന്നുണ്ടല്ലോ. ഞാൻ അന്ന് തന്ന വീഡിയോയിൽ തന്നെ കുറേ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. വെണ്ണലയിലുള്ള, പള്ളുരുത്തിയിലുള്ള, ഇവിടെ പെരുമ്പാവൂരുള്ള, അങ്ങനെ ഒരുപാട് പേര് അതിൽ തന്നെ പറയുന്നുണ്ട്. ഫോൺ നമ്പർ ഉൾപ്പെടെ ഞാൻ നാർക്കോട്ടിക്സിന് കൊടുത്തിട്ടുണ്ട്, പോലീസിന് കൊടുത്തിട്ടുണ്ട്, സ്പെഷ്യൽ സ്ക്വാഡിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നമ്പറുകളെല്ലാം ആ വീഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ നിയമം മാറണം സാറേ, നിയമം മാറാതെ ഒരു കാര്യം നടക്കില്ല. ഈ 18 വയസ്സെന്നുള്ളത് മാറ്റണം. ഇത് കുട്ടി ക്രിമിനൽസ് ഉണ്ട്, അപ്പോൾ അവരൊക്കെ ഈ 18 വയസ്സാണവരും കാത്തിരിക്കരുത്. ശിക്ഷിക്കാനുള്ള നിയമം മാറണം. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ ഒരാളെ കൊന്ന് നമുക്ക് തൂക്കിക്കൊല്ലാനുള്ള നിയമം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇന്ത്യയിൽ. പക്ഷെ ഒന്നിൽ കൂടുതൽ പേരെ കൊന്നു നമുക്ക് വധശിക്ഷയല്ലേ വേണ്ടത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീലർമാരെ കിട്ടിക്കഴിഞ്ഞാൽ വധശിക്ഷ കൊണ്ട് കൊടുക്കേണ്ടത്. അവരൊരു തലമുറയെ മൊത്തം നശിപ്പിക്കുകയാണ്. അപ്പോൾ അത്തരം ഡീലർമാരെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം. എങ്കിലാണ് ഈ നാട് രക്ഷപ്പെടുള്ളൂ. ഇനി ഒരു പിതാവ് ഇവിടെ വന്നിരിക്കരുത്, അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ കണ്ണീര് വീഴരുത്. അതിന് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മാധ്യമങ്ങൾ, പോലീസ്, എക്സൈസ്, നാർക്കോട്ടിക്സ് എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ആ ഒരു മാസം മുമ്പ് ഇരുന്ന അവസ്ഥയല്ല കേരളത്തിൻ്റെത്. കേരളം ഇതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് ആ ഒരു മാസത്തിനിടെ എനിക്ക് ഫോണിൽ നാടിന് നാനാമതൊന്ന മെസ്സേജുകൾ എത്രയാണെന്നറിയോ? എത്ര രക്ഷിതാക്കളുടെ മെസ്സേജ് എന്നറിയോ? എത്ര കുട്ടികളുടെ മെസ്സേജാണെന്നറിയോ? എത്ര അധ്യാപകരുടെയും എത്ര നാട്ടുകാരുടെയും നാട്ടു ഗ്രൂപ്പുകളുടെ മെസ്സേജാണെന്നറിയോ? ഞെട്ടലുണ്ടാക്കുന്നുണ്ട് എത്രത്തോളം ആഴത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചർച്ച കണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇടപെടാൻ കഴിയുന്ന ആളാണ് എന്ന് ധരിച്ചുകൊണ്ടയക്കുന്ന മെസ്സേജുകളാണ്. എത്ര ആഴത്തിലാണ്, എത്രമാത്രം വ്യാപകമാണ്, എത്രമാത്രം വിസ്തൃതിയിലാണ് ഈ ഒരു ലഹരി നെറ്റ്വർക്ക് എന്ന് ഓർത്താൽ പേടിയാവും. സാറേ ഞാൻ പറയുന്നത്, ഇന്ന് രാവിലെ എന്നോടൊരു പിതാവ് പറഞ്ഞ കാര്യമാണ്, നേരം വെളുത്ത എണീറ്റ്, അതായത് സ്വന്തം മകനെ പേടിച്ചിട്ട് കിടക്കണേണ്. സ്വന്തം മകനെ പേടിച്ചിട്ട് കിടക്കേണ്ട അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയും, ഇതൊന്നും ഒരാളുടെ അവസ്ഥയല്ല പറയണത്. നമ്മൾ ഇന്നത്തെ ഈ നാടിനോട് ഉത്തരവാദിത്തമുള്ള ആർക്കും അവർ കാണേണ്ട ഒരു ഇതാണ് പറയുന്നത്. അതായത് ഈ കുട്ടികളെ ഈ കഞ്ചാവ് അല്ലെങ്കിൽ ഇതൊന്നുമല്ല, MDMA 30 വയസ്സിൽ താഴെയുള്ള ഒരു 50% മേലെ കുട്ടികളാണ് ഇതിൽ കഴിക്കുന്നുണ്ട്. ഇവർ ഈ കഞ്ചാവ് പിടിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, 50% മേലുള്ള കുട്ടികൾ ഇത് കഴിക്കുന്നുണ്ട്. ഉറപ്പായും ഈ ഹോളി ആഘോഷം കൊഴുപ്പിക്കാൻ കൊണ്ടുവന്നാണ് പറയുന്നത്. ഇപ്പോൾ സാധാരണ രീതിയിൽ പറയുന്നത് കേട്ടത് പ്രകാരം ഈ പാർട്ടികൾ കൊഴുപ്പിക്കാൻ കഞ്ചാവല്ല, ഈ പറയുന്ന രീതിയിലുള്ള രാസലഹരി എന്തോ ഒക്കെയാണ് കേൾക്കുക. സാറേ ഇവിടെ DJ പാർട്ടികൾ നടക്കുന്നുണ്ട്, ഈ വെളുപ്പിനുമാർ. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഈ MDMA പോലുള്ള സാധനങ്ങൾ വിറ്റഴിക്കുന്ന അത്തരം പരിപാടികളിലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പറയാം, ഇതൊക്കെ പോലീസിൻ്റെ അന്വേഷണങ്ങളുണ്ട്, അവർ പിടിക്കുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ നിയമത്തിൽ മാറ്റം വരുത്തണം. ഈ 18 വയസ്സ് എന്നുള്ള രക്ഷപ്പെടാനുള്ള ആ പ്രായം മാറ്റണം. പിന്നെ ഇതിൻ്റെ ഡീലർമാരെ കിട്ടിക്കഴിഞ്ഞാൽ വധശിക്ഷ തന്നെ കൊടുക്കണം. അതിന് ഒരു തർക്കമില്ലാത്ത കാര്യം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് ഒന്നടങ്കം അടുത്ത തലമുറ ഇല്ലാണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വധശിക്ഷയാണ് എൻ്റെ ഏറ്റവും വലുത്. അങ്ങനെ 1-2 പേരെ ശിക്ഷിക്കട്ടെ, ഈ നാട് നന്നാകും. ഇത് ചെയ്യാത്തതുകൊണ്ടല്ലേ ഈ നാട് ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. പിന്നെ ഒരു സ്കൂളിൽ ഇതുപോലെ നാളെ ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പുറത്തോട്ട് കൊണ്ടുവരണം, ഒളിപ്പിച്ച് വെക്കരുത്. ഒളിപ്പിച്ച് വെച്ചാലാണ് ഇത്തരം ഭീകരാവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഉത്തരവാദിത്തം അവിടുത്തെ HM, PTA എല്ലാവർക്കും ഉണ്ട്. പിന്നെ എൻ്റെ വേറെ അടുത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, ആൺകുട്ടിയായ പെൺകുട്ടി ആയിക്കോട്ടെ, അവർ ഒരു കാരണവശാലും ഇൻസ്റ്റ ഉപയോഗിക്കാൻ സ്കൂളും രക്ഷിതാക്കളും സമ്മതിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഈ കഞ്ചാവിനേക്കാളും MDMA-നേക്കാളും ഭീകരമുണ്ട് ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഇത് ഓപ്പറേഷൻ മുഴുവൻ നടക്കും ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഇപ്പം പറഞ്ഞല്ലോ, ഈ ലഹരി വസ്തുക്കളുടെ കച്ചവടം മാത്രമല്ല, വണ്ടി കച്ചവടം മാത്രം. അതായത് ഈ കട്ടുകൊണ്ടുവന്ന വണ്ടി 5000 രൂപ വരെ വിൽക്കണം അതിലിട്ടിട്ടാണ്. അപ്പോൾ നമ്മളതൊന്നും കാണാതെ പോകരുത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പിടിക്കാനായിട്ട് ഇപ്പോൾ ഇവിടുത്തെ പോലീസിനും സൈബർ സെല്ലിനും ഒക്കെ സാധിക്കും. അപ്പോൾ ഏതായാലും ഇനി വേണ്ടത് ഈ ഇരയായ കുട്ടികളെല്ലാം വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടത് ഡീലർമാരെ കൊണ്ടുവരികയും അവർക്ക് വലിയൊരു ശിക്ഷ കൊടുക്കുക. നമ്മൾ ഇത്രയും കേസുകൾ കേട്ടു, ഇത്രയധികം ലഹരി ഹണ്ടിന്റെ വാർത്തകൾ കേൾക്കുന്നു. ഏതെങ്കിലും ഒരു മെയിൻ ഡീലർ ഇയാളാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു സംഘത്തിന്റെ തലവൻ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ? ഇല്ല. അതാണ് പ്രശ്നം. ആ കളമശ്ശേരി പോളിടെക്നിക് പ്രിൻസിപ്പലിന്റെ വാക്കുകൾ കൂടി നിങ്ങൾക്ക്. ഒറ്റപ്പെട്ടങ്ങോട്ട് പിടിച്ചതല്ല ഇത്, സർക്കാരിൻ്റെ ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനം ഉണ്ടല്ലോ. ഒരുപക്ഷെ ഇന്ന് ഇവിടെ ഒരു ആഘോഷം നടക്കാനിരിക്കുന്നു,
അപ്പോൾ സ്വാഭാവികമായിട്ട് മുൻകരുതൽ എന്നുള്ള രീതിയിൽ നടന്ന റെയ്ഡാണ് ഇതെന്ന് വെച്ച് എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇത്രയും ക്വാണ്ടിറ്റി കഞ്ചാവൊന്നും ലഭിച്ചതായിട്ടൊന്നുമില്ല. മൈനർ ക്വാണ്ടിറ്റികളൊക്കെ സാധാരണ ക്യാമ്പസിൽ കിട്ടുന്ന പോലെ തന്നെ ഇവിടെ കാണാറുണ്ട്. ആഘോഷങ്ങൾക്കെല്ലാം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആഘോഷം വരുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റായിട്ട് പോലീസിനെ അറിയിക്കുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഒരു പക്ഷേ എന്തെങ്കിലും കൂടുതൽ വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഒരു വിദ്യാർത്ഥിയെ പിടിച്ചു എന്ന് കരുതി കഴിഞ്ഞാൽ അത് യൂണിയനൊന്നും അല്ലെങ്കിൽ സംഘടനകൾക്കൊന്നും അതിനകത്ത് ഒരു കുട്ടി ഏതൊരു കുട്ടി സാധാരണ നമ്മളുടെയൊക്കെ മക്കൾ പെടുന്ന പോലെ അതിനകത്ത് പെട്ടു എന്നുള്ളതിനപ്പുറം നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. ജിൻഡോ, ഇതിൽ അത്ഭുതകരമായി തോന്നുന്നത് മൈനർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ അളവിൽ പിടിച്ചിട്ടില്ല. മൈനർ ക്വാണ്ടിറ്റി സാധാരണ ക്യാമ്പസുകളിൽ കാണുന്ന പോലെ പിടിച്ചിട്ടുണ്ട്, അല്ല ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ക്യാമ്പസുകളിൽ ഇത്തരം കഞ്ചാവിൻ്റെ MDMA മൈനർ ക്വാണ്ടിറ്റി വ്യാപകമായി ഉണ്ടോ? എന്താണ് ആ പ്രിൻസിപ്പൽ പറഞ്ഞ അർത്ഥം? കാശ്മി, ഞാൻ നേരത്തെ ബഹളത്തിൽ അത് പറയാൻ വിട്ടുപോയതാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരം അക്രമ പ്രവർത്തനങ്ങളോ ലഹരി വ്യാപനമോ നടക്കുന്നുണ്ടെങ്കിൽ അത് ആ ക്യാമ്പസിന് നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെൻറ്റിനോ അവിടുത്തെ പ്രിൻസിപ്പാളിനോ ഹോസ്റ്റൽ വാർഡന്മാരുടെയോ അറിവോടെ അല്ലാതെ നടക്കില്ല. നമ്മൾ ഈ അടുത്ത കാലത്ത് നടന്ന എല്ലാ സംഭവങ്ങളിലും ഹോസ്റ്റൽ വാർഡന്മാർ ഉറക്കത്തിലായിരുന്നു, ക്യാമ്പസിലെ പ്രിൻസിപ്പൽമാർക്ക് അറിവില്ലായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ എന്താ മൈനർ ക്വാണ്ടിറ്റി ഒക്കെ ഇടയ്ക്ക് പിടിക്കാറുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതിനൊക്കെ കേസ് എടുത്തിട്ടുണ്ടോ? അങ്ങനെ എത്ര കേസുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്? അങ്ങനെ അത് പ്രകാരമുള്ള എത്ര കുട്ടികൾക്കെതിരെ നടപടി ക്യാമ്പസ് സ്വീകരിച്ചിട്ടുണ്ട്? പറയണ്ടേ? പിന്നെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾക്ക് യൂണിയനൊന്നും ബന്ധമില്ലെന്ന് അത് പ്രിൻസിപ്പാൾ പറയുക. ഇപ്പോൾ സാംസ്കാരിക മന്ത്രി പുകവലിക്കുന്നത് നല്ലതാണെന്ന് പറയുന്ന പോലെ, പിണറായി വിജയൻ തലയല്ലി പൊളിക്കുന്ന രക്ഷാപ്രവർത്തനം നല്ലതാണെന്ന് പറയുന്ന പോലെയാണ് ഈ പ്രിൻസിപ്പാളും പറയുന്നത്. ആദ്യം ഇദ്ദേഹത്തെ പിടിച്ച് ചോദ്യം ചെയ്യണം. 6 മാസമായിട്ട് അദ്ദേഹം അതിൽ നിരീക്ഷണത്തിൽ നടത്തുകയായിരുന്നു. 6 മാസക്കാലം ഇദ്ദേഹം നിരീക്ഷിച്ചിരുന്നപ്പോൾ എത്ര കുട്ടികളുടെ കയ്യിൽ മയക്കുമരുന്നും കഞ്ചാവും എത്തിയിട്ടുണ്ടാവും? അപ്പൊ ഇദ്ദേഹത്തെ വിളിച്ച് ചോദിക്കണം. ഇദ്ദേഹത്തിനും കൂടി അറിവോടുകൂടിയായിരിക്കും നടന്നിട്ടുള്ളത്. അതൊരു തർക്കവും വേണ്ട. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, പട്ടാപ്പകൽ നിയമസഭ അടിച്ചു പൊളിച്ചത് ഇവരാരും സമ്മതിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ TP ചന്ദ്രശേഖരനെ കൊന്നു കളഞ്ഞ ഇവരാരും സമ്മതിച്ചിട്ടില്ലല്ലോ. ഞാൻ പറയുന്ന കേരളത്തിലെ സർക്കാരിനെ എടുത്തു നോക്കുന്ന പാർട്ടിക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. ഒഴിയാൻ പറ്റില്ല. അർജുൻ, ആ വിഷയത്തിൽ ഒരു കമന്റ്. അവിടുത്തെ പ്രിൻസിപ്പൽ പറയാണ് ഇത് ഇത്രയും വലിയ ക്വാണ്ടിറ്റി പിടിക്കുന്ന ആദ്യമായിട്ടാണ്. സാധാരണ ക്യാമ്പസുകൾ കാണാറുള്ളത് പോലെ മൈനർ ക്വാണ്ടിറ്റി. അപ്പോൾ അത്ര വ്യാപകമായോ നമ്മുടെ ക്യാമ്പസുകളിൽ ലഹരി? ശ്രീ അർജുൻ, ഇത് സാധാരണ ക്യാമ്പസുകളിൽ കാണുന്നത് പോലെ എന്നൊരു പ്രസ്താവന അങ്ങ് നടത്തുകയാണ്. അതിനപ്പുറത്തേക്ക് ആ ക്യാമ്പസായി ബന്ധപ്പെട്ട് ആ ക്യാമ്പസിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ള പ്രിൻസിപ്പൾ ആ ക്യാമ്പസിനകത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രയാണെങ്കിലും ഒരു കുട്ടിയുടെ കയ്യിൽ അങ്ങനെ ഒരു പദാർത്ഥം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു അതെ പ്രിൻസിപ്പൾ പറഞ്ഞത് കൊട്ടിയത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ കൈവശം എത്ര അളവിലാണെങ്കിലും അതുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി പോലീസിന് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അവിടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ SFI യൂണിയന് നേതൃത്വം കൊടുക്കുന്ന യൂണിയന് അത്തരത്തിൽ അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത് അവിടെ ബന്ധപ്പെട്ട ആളുകളുടെ എക്കാലത്തും ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട്. അതെല്ലാ ക്യാമ്പസുകളിലും നമ്മൾ സ്വീകരിച്ചു പോകുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നിരന്തരമായും നമ്മളെക്കാലത്തും ഈ ലഹരിക്കെതിരായി വലിയ പോരാട്ടം നടത്തുന്ന ആളുകൾ തന്നെയാണ്. ഞാനിവിടെ സൂചിപ്പിച്ച മേൽപ്പറഞ്ഞ ക്യാമ്പയിനുകളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏറ്റെടുത്ത് വരികയാണ്. ഇപ്പോൾ നമ്മൾ സമീപ ദിവസങ്ങളിൽ തന്നെ വലിയ ജാഗ്രതാ സമിതി, ഇപ്പോൾ വിദ്യാർത്ഥി യൂണിയൻ അംഗങ്ങളും അതുപോലെ തന്നെ പോലീസിൻ്റെ സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങളും അതുപോലെ തന്നെ അധ്യാപകരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ക്യാമ്പസുകളിലും നമ്മൾ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മേൽപ്പറഞ്ഞിടങ്ങളിലൊക്കെ ക്യാമ്പസുകളിലൊക്കെ നമ്മൾ ഈ നിലയിലുള്ള ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിമത്താക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. അങ്ങനെ ലഹരിയെ ആ അച്ഛൻ്റെ വാക്കുകളെ കടമെടുത്ത് പറഞ്ഞാൽ ഇനിയൊരു കുട്ടിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഒരു മകനും ഒരു മകളും അങ്ങനെ ഒരു ലഹരിക്കും അടിമപ്പെടാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഒരു മാഫിയ സംഘത്തിനും, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാഫിയ സംഘത്തിൻ്റെ ഇരയാണ് ഈ പറഞ്ഞ ആകാശ്. അതേപോലെയുള്ള ആ മാഫിയ സംഘത്തിൻ്റെ ഇരകളാണ് ഈ പറയുന്ന പോലെ ഇനിയൊരു മാഫിയ സംഘം വിട്ടുകൊടുക്കാൻ നമ്മുടെ മക്കൾ കുട്ടികളില്ല എന്ന് ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ, വിദ്യാർത്ഥി സംഘങ്ങൾ ഒരുമിച്ചിറങ്ങേണ്ട സമയമാണ്. കളമശ്ശേരി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നഗരത്തിലെ പ്രധാനപ്പെട്ട ഹോസ്റ്റലിലെ പ്രധാനപ്പെട്ട കോളേജിലെ ക്യാമ്പസിൽ നിന്ന് പിടിച്ച 2 കിലോ കഞ്ചാവ് എന്ന് പറയുന്നത് എത്രത്തോളം മാരകമായ വിമത്തിൽപ്പെട്ടിരിക്കും നമ്മൾ എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. അത് പിടിച്ചത് സ്വാഗതാർഹമെന്ന് പറയുമ്പോഴും. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.